ഒരു അകക്കോണിന്റെ വൃത്തകേന്ദ്രം ആംഗിൾ എ ബി ഡി സമം 30 ഡിഗ്രി ആയാൽ ആംഗിൾ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. SCRT ടെക്സ്റ്റിലെ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു 90 ഡിഗ്രിക്കെതിരെയുള്ള സൈഡ് റൂട്ട് 2 റേഷ്യോകളെ ഞാൻ ആദ്യം പറയാൻ പോകുന്ന കാര്യം മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കണം. ഇന്ന് ഒരു LDC എക്സാം നടന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 52/2024. ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് LDC എക്സാം ആണ്. അതിലെ മാത്സിന്റെ മെന്റൽ എബിലിറ്റിയിലെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ നല്ല നിലവാരമുള്ള, നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി വരാൻ സാധ്യതയുള്ള, റാങ്ക് മേക്കിംഗ് ആവാൻ സാധ്യതയുള്ള നല്ല കുറേ ചോദ്യങ്ങൾ. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ചോദ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി, ഇനി എപ്പോൾ ഈ ചോദ്യം ചോദിച്ചാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചു പോകും. ഈ ചോദ്യ പേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാം SCRTയിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് മിക്കവാറും എല്ലാം. നമ്മുടെ അരിതമെറ്റിക് പ്രോഗ്രഷനിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒറ്റ ടോപ്പിക്കാണ് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം. അതിനകത്തുനിന്ന് 3 ചോദ്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അതുപോലെ കലണ്ടറിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ ആ കലണ്ടറിൽ നിന്നുള്ള ചോദ്യം SCRT ടെക്സ്റ്റിലുള്ള സെയിം ചോദ്യമാണ്. കലണ്ടറും പ്രോബബിലിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ടെക്സ്റ്റിലുള്ള ചോദ്യം. അതുപോലെ തന്നെ ക്ലോക്കിലെ ചോദ്യം വന്നിട്ടുണ്ട്. ക്ലോക്കിലെ സാധാരണ ചോദിക്കുന്ന ചോദ്യമൊക്കെ തന്നെ കുറച്ചുകൂടെ ഒന്ന് വളച്ച് ചോദിച്ചു. അതുപോലെ തന്നെ നമ്മൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ, ദ്വിമാന സമവാക്യങ്ങളുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac, അത് വെച്ച് ചെയ്യുന്ന ചോദ്യമാണ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർക്കിൾസുമായി ബന്ധപ്പെട്ട് ഫിഗർ ഒക്കെ തന്നിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ 10ാം ക്ലാസ്സിന്റെ 3ാമത്തെ പാഠം വൃത്തം. അപ്പൊ SCRTയിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നു. നിങ്ങൾക്ക് ആ ചോദ്യം കാണുമ്പോൾ മനസ്സിലാവും, നല്ല നിലവാരമുള്ള ചോദ്യങ്ങളാണ്. നിങ്ങളെല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്ത്, അല്ലെങ്കിൽ കൃത്യമായും ഒരു നോട്ട് എടുത്ത് ഈ പറയുന്ന ക്ലാസ് മുഴുവൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ മുഴുവൻ കൃത്യമായും നോട്ടിൽ എഴുതാനും തന്നെ വീണ്ടും ഒന്ന് ചെയ്തു നോക്കാനായിട്ടും ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് എക്സ്ട്രാ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നോട്ടിലാക്കണം, വീണ്ടും തന്നെ ചെയ്തു നോക്കുകയും വേണം. ഈ ചോദ്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ചില ചോദ്യങ്ങളൊക്കെ കാണുമ്പോഴേ മനസ്സിലാവും, ആ ചോദ്യം വീണ്ടും കണ്ട് സമയം കളയണ്ട. അറിയാത്ത ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും കാണുക, കൃത്യമായും പഠിക്കുക. ഞാൻ പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചില എക്സ്പ്ലനേഷനൊക്കെ ഒട്ടും അറിയാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് ആദ്യത്തെ കേൾവിയിൽ തന്നെ മനസ്സിലാവും, അവർക്കൊക്കെ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വീഡിയോ ആണ്. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. 2-3 പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. തികച്ചും ആദ്യം കാണുമ്പോൾ മനസ്സിലാവുന്ന തോന്നുന്നവർ ഫ്രണ്ടിലോട്ട് ബോറാന്ന് തോന്നിയാലും ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്നും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും ഇനിയുള്ള LDC LPUP എക്സാം എഴുതുന്ന എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൃത്യമായും ഈ ക്ലാസ് നോട്ടാക്കുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് എക്സ്ട്രാ കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇപ്പം തന്നെ ഇടും. അതായത് ഈ സെയിം ക്വസ്റ്റ്യൻ പാറ്റേണിനെ ബേസ് ചെയ്തിട്ട് എക്സ്ട്രാ കുറച്ച് ചോദ്യങ്ങൾ. ഈ ക്ലാസ് കണ്ട് വൃത്തിയായിട്ട് പഠിച്ച് ആ എക്സ്ട്രാ ചോദ്യങ്ങൾ ടെലിഗ്രാം ചാനലിൽ പോയി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഈ ഒരു മോഡൽ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് സെറ്റാവും. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടെലിഗ്രാം ചാനൽ മേളിൽ, ടെലിഗ്രാമിന്റെ മേളിൽ സെർച്ച് ചെയ്യുന്നിടത്ത് ട്രിക്ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ കിട്ടും. TRIG സ്പേസ് ഇട്ട് TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ കിട്ടും. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ട്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഈ ചോദ്യ പേപ്പറിന്റെ 1ാമത്തെ ചോദ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ചോദ്യം ഇങ്ങനെയാണ്. പൊതുവ്യത്യാസം 6 ആയ സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാം പദം എന്താ എന്നതാണ് ചോദ്യം. AP-യുമായി സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം നമ്മളോട് പറയുന്നു 6. അതായത് D എന്ന് പറയുന്ന സാധനം നമ്മളോട് പറയുന്നു 6. ഈ സമാന്തര ശ്രേണിയുടെ 7ാം പദം
നമ്മളോട് പറയുന്നു 52. ഈ സമാന്തര ശ്രേണിയുടെ 16-ാം പദമാണ് നമുക്ക് വേണ്ടിയത്. അപ്പൊ മക്കളെ, നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ 16-ാം പദമാണ്. മക്കളെ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും 16-ാം പദം കാണാനുള്ള ഇക്വേഷൻ a+15d ആണ്. ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇത് പ്രോപ്പറായി ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് 7-ാം പദം 52, അപ്പൊ a+6d എന്ന് പറയുന്നതാണ് 52. കാര്യം 7-ാം പദം 52 എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം a+6d ആണ് 7-ാം പദം. അത് നമ്മളോട് പറയുന്നുണ്ട് 52. ഇവിടെ d എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഈ d ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ a+6 ഗുണം 6, 6 ഗുണം 6, d 6 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്, 36 = 52. അങ്ങനെയാണ് a എന്ന് പറയുന്നത് 52. ഈ 36 അവിടെ പോയി -36 ആവും. 52-ൽ നിന്ന് 36 പോയിട്ട് 46, 16 ആണ് എന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടുത്തെ സമാന്തര ശ്രേണിയുടെ a ആദ്യ പദം 16, ഇവിടുത്തെ സമാന്തര ശ്രേണിയുടെ d പൊതുവ്യത്യാസം 6. നമുക്ക് വേണ്ടിയത് ഈ സമാന്തര ശ്രേണിയുടെ 16-ാം പദമാണ്. മക്കളെ, ഏതൊരു സമാന്തര ശ്രേണിയുടെയും 16-ാം പദം കാണാൻ a+15d ആണ് ഇക്വേഷൻ. അപ്പൊ a എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 16 പ്ലസ് 15 ഗുണം d എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലുണ്ട് 6. ബോഡ്മാസ് റൂൾ പ്രകാരം നമ്മൾ പ്ലസും ഇൻറ്റും വന്ന് ആദ്യം ഇൻറ്റു ചെയ്യും. 15ഉം 6 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 90 ആണ്. 16 + 90, നമ്മുടെ ഉത്തരം 106 ആണ് എന്ന് നിസ്സംശയം പറയാം. ഓപ്ഷൻ ബി. ഇങ്ങനെയാണ് ഈ സാധനം പ്രോപ്പറായി ചെയ്യുന്ന രീതി. സ്റ്റെപ്പ് 1 ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 6, അപ്പൊ d എന്ന് പറയുന്നത് 6. ഒരു സമാന്തര ശ്രേണിയുടെ 7-ാം പദം 52, 7-ാം പദം എന്ന് പറയുന്നത് a+6d ആണ്, അതാണ് 52. a+6d d 6 ഇട്ട് കൊടുത്താൽ a-യുടെ വില നമുക്ക് കിട്ടും 16. അപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ a ആദ്യ പദം 16, d 6 എന്ന് മനസ്സിലാവും. നമുക്ക് സമാന്തര ശ്രേണിയുടെ 16-ാം പദം കാണണം. 16-ാം പദം കാണാനുള്ള ഇക്വേഷൻ a+15d. അവിടെ a-യുടെയും d-യുടെയും വാല്യൂ ഇട്ട് കൊടുത്തു 106ലേക്ക് വന്നു. ഇനി ഞാൻ ഇത് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ടെക്നിക്ക് പറയട്ടെ, ശ്രദ്ധിക്കാം. ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ 7-ാം പദം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഈ സമാന്തര ശ്രേണിയുടെ 16-ാം പദമാണ് കാണേണ്ടി. ആലോചിച്ച് നോക്ക്, 7-ാം പദം നമുക്ക് തന്നിട്ടുണ്ട്, 16-ാം പദമാണ് കാണേണ്ടി. മക്കളെ, 7-ാം പദം 16-ാം പദത്തിലേക്ക് മാറ്റണം. ആലോചിക്കേ, സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരേ പൊതുവ്യത്യാസം കൂടി 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 പോന്നാണ്. 7-ാം പദം 8-ാം പദത്തിലേക്ക് വരണമെങ്കിൽ ഒരു പ്രാവശ്യം d കൂടണം. 8-ാം പദം 9-ാം പദത്തിലേക്ക് വരണമെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം d കൂടണം. അപ്പൊ 7-ാം പദം 8-ാം പദം ആവണമെങ്കിൽ ഒരു പ്രാവശ്യം d കൂടി, 9-ാം പദം ആവണമെങ്കിൽ 2 പ്രാവശ്യം d കൂടി, 10-ാം പദം ആവണമെങ്കിൽ 3 പ്രാവശ്യം d കൂടി, അങ്ങനെ പോയി 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 7-ാം പദം 16-ാം പദം ആവണമെങ്കിൽ 9 പ്രാവശ്യം d കൂടണം. ആലോചിച്ച് നോക്ക്. സമാന്തര ശ്രേണി നന്നായിട്ട് അറിയാവുന്നവർക്ക് അറിയാം. എടാ, സമാന്തര ശ്രേണി എന്ന് പറയുന്നത് തന്നെ ഒരേ പൊതുവ്യത്യാസം കൂടി കൂടി പോകുന്നതിനെയാണ്. 7-ാം പദം ഉണ്ട്, 8-ാം പദമാവണമെങ്കിൽ ഒരു പ്രാവശ്യം d കൂടണം, പൊതുവ്യത്യാസം ഒന്നുകൂടി. 9-ാം പദമാവണമെങ്കിൽ 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂടി. 10-ാം പദമാവണമെങ്കിൽ 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂടി. അങ്ങനെ 7-ാം പദം 16-ാം പദം ആവണമെങ്കിൽ 8, 9, 10, 11, 12, 13, 14, 15, 16 9 പ്രാവശ്യം d കൂടണം.
16-ൽ നിന്ന് 7 കുറച്ചാലും മതി. 9 പ്രാവശ്യം ഡി കൂടണം. അപ്പൊ 7-ാം പദമായ 52ന്റെ കൂടെ 9 പ്രാവശ്യം ഡി കൂടിയാൽ 16-ാം പദം കിട്ടും. ആലോചിച്ച് നോക്ക്. ഒരു ഡി എന്ന് പറയുന്നത് 6. അപ്പൊ 9 ഡി എന്ന് പറയുന്നത് 54. 9 6 54. അപ്പോ 52ന്റെ കൂടെ 54 കൂട്ടിയാൽ നമ്മുടെ ഉത്തരം സിമ്പിൾ ആയിട്ട് കിട്ടും 106. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നവർ ഭാഗ്യവാന്മാർ. സിമ്പിൾ 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 ആയിട്ട് 10-15 സെക്കൻഡ് ആൻസർ വീഴും. ഒന്നുകൂടെ, 7-ാം പദം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് 16-ാം പദം ആവണം. ഇവിടെ 7-ാം പദം 8-ാം പദം ആവണമെങ്കിൽ 1 പ്രാവശ്യം ഡി കൂടണം. 9-ാം പദം ആണെങ്കിൽ 2 പ്രാവശ്യം ഡി കൂടണം. 10-ാം പദം ആണെങ്കിൽ 3 പ്രാവശ്യം ഡി കൂടണം. അങ്ങനെ 7-ാം പദത്തെ 16-ാം പദം ആവണമെങ്കിൽ 9 പ്രാവശ്യം ഡി കൂടണം. 7-ാം പദത്തിന്റെ കൂടെ 9 പ്രാവശ്യം ഡി കൂടിയാൽ 16-ാം പദം കിട്ടും. 7-ാം പദം 52. 1 ഡി എന്ന് പറഞ്ഞാൽ 6. അപ്പൊ 9 ഡി എന്ന് പറഞ്ഞാൽ 9 പ്രാവശ്യം ഡി എന്ന് പറഞ്ഞാൽ 9 6 54. അപ്പൊ 52ന്റെ കൂടെ 54 കൂട്ടി നമ്മുടെ ഉത്തരം 106. എങ്ങനുണ്ട്? ഓക്കെ ആണോ? 7-ാം പദം 16-ാം പദമാണ്. 7-ാം പദം ഉണ്ട് 52. 16-ാം പദം ആക്കണമെങ്കിൽ 9 പ്രാവശ്യം ഇതിന്റെ കൂടെ ഡി കൂടണം. 1 പ്രാവശ്യം ഡി എന്ന് പറഞ്ഞാൽ 6. 9 പ്രാവശ്യം ഡി എന്ന് പറഞ്ഞാൽ 54. 52ഉം 54 കൂട്ടി 106. ഐഡിയലാണ് കാര്യം. അടുത്ത ചോദ്യം. 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവെത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഈ ചോദ്യത്തിന്റെ അകത്തൊരു ചെറിയ വാക്കിൽ ഒരു തിരുത്തുണ്ട്. 12 ഭുജങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ എന്നാക്കണം. വെറും ബഹുഭുജമാണെങ്കിൽ അകക്കോണുകളൊക്കെ ഏതെങ്കിലുമൊക്കെ വരാൻ, ചിലത് 10 വരാൻ, ചിലത് 18 വരാൻ, ചിലത് 100 വരാൻ, വാട്ടവർ. സമബഹുഭുജമാണെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന്റെ കോണുകളെല്ലാം ഒന്ന് തന്നെ എന്നുള്ള രീതിയിൽ ഈ ചോദ്യം ചെയ്യാൻ പറ്റൂ. ശ്രദ്ധിക്കുക. 12 ഭുജങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഒരകക്കോണിന്റെ അളവെത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഈ ചോദ്യം ഇത്രയേ ഉള്ളൂ. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജമുണ്ട്. ബഹുഭുജം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അവരെ പോളിഗൺ എന്ന് പറയും. അതായത് 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗറാണ് ഈ ബഹുഭുജം എന്ന് പറയുന്നു. 3 അതിൽ കൂടുതലോ. ഇപ്പോ ത്രികോണം 3 വശമാണ്, എല്ലാ സൈഡും ക്ലോസാണ്. ഇനി ചതുരം അല്ലെങ്കിൽ സമചതുരം അല്ലെങ്കിൽ സമാന്തരികം അല്ലെങ്കിൽ ലംബകം, ഇവർക്കെല്ലാം 4 വശമാണ്, എല്ലാ സൈഡും ക്ലോസാണ്. ഇനി പഞ്ചഭുജം പെന്റഗൺ 5 വശങ്ങളുണ്ട്. അതെ, 5 വശങ്ങളുണ്ട്, എല്ലാ സൈഡും ക്ലോസാണ്. ഇനി ഹെക്സഗൺ 6 വശങ്ങളുണ്ട്, ക്ലോസാ എല്ലാ സൈഡും. ഇങ്ങനെ 3 അതിൽ കൂടുതലോ ഉള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗറിനെ വിളിക്കുന്ന പേരാണ് ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺ. അതിൽ ത്രികോണം വരാം, ചതുരം വരാം, പഞ്ചഭുജം വരാം, വാട്ടവർ. 3ൽ കൂടുതൽ വശങ്ങളുള്ള ക്ലോസ് ആയിട്ടുള്ള. ഇവിടെ 12 വശങ്ങളുള്ള ഭുജം എന്ന് പറഞ്ഞ വശം, 12 വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിന്റെ, സമബഹുഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡും എല്ലാ ആംഗിളുകളും തുല്യമാണ്. ഒരു സമബഹുഭുജത്തിന്റെ അകക്കോണിന്റെ അളവെത്ര? ഒരു അകക്കോണിന്റെ അളവെത്ര? അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 12 വശമുള്ള ഒരു സമബഹുഭുജമുണ്ട്. റെഗുലർ പോളിഗൺ എന്നാ പറയുന്നത്. അതായത് എല്ലാ വശവും തുല്യമായ, എല്ലാ കോണുകളും തുല്യമായ 12 വശങ്ങളുള്ള ഒരു ബഹുഭുജമുണ്ട്. സമബഹുഭുജം എന്ന് പറഞ്ഞാൽ എല്ലാം തുല്യം. ഇങ്ങനെയുള്ള ബഹുഭുജത്തിന്റെ ഓരോ അകക്കോണിന്റെയും തുക എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഏതൊരു ബഹുഭുജത്തിൻ്റെയും അകക്കോണുകൾ മുഴുവൻ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. n-2 × 180. ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ. അതായത് ഒരു ബഹുഭുജത്തിന്റെ
ആന്തര കോണുകൾ മുഴുവൻ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ n-2 ഇൻറ്റു 180. എന്നിൻ്റെ സ്ഥാനത്ത് എത്ര സൈഡുണ്ടോ അത്. ഇവിടെ 12 സൈഡുണ്ട്. അപ്പൊ 12-2 ഇൻറ്റു 180. ഇപ്പൊ ത്രികോണമാണെങ്കിൽ 3 സൈഡാ. 3-2 ഇൻറ്റു 180 180 കിട്ടും. കാര്യം ത്രികോണത്തിന് 180 നമ്മൾ പഠിച്ചില്ലേ. ചതുരമാണ് 4 സൈഡാ. 4-2 ഇൻറ്റു 180 360 കിട്ടും. ചതുരത്തിന് 360 നമുക്കറിയാം അകത്തെ കോണുകൾ. അതേപോലെ 12 വശങ്ങളാണെങ്കിൽ 12-2 ഇൻറ്റു 180. അപ്പം നമുക്ക് 10 ഗുണം 180 എന്ന് വരും. 1800 എന്ന് മനസ്സിലാവും. മക്കളെ, ഈ ബഹുഭുജത്തിന്റെ കോണുകളെല്ലാം കൂടെ, അകത്തെ കോണുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1800 എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അകത്തെ കോണുകൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1800. നമുക്ക് ഓരോ കോണുകളും എത്ര? എടാ, ഈ ബഹുഭുജത്തിന് 12 കോണുകൾ മൊത്തമുണ്ട്. ആ 12 കോണുകളൂടെ കൂട്ടുമ്പോൾ 1800 വരും. അപ്പൊ ഓരോ അകത്തെ കോണും എത്ര ഉണ്ടെന്നറിയാൻ 1800-നെ 12 കൊണ്ട് ഭാഗിച്ചു നോക്കാം. 1800-നെ 12 കൊണ്ട് ഭാഗിച്ച് നിസ്സംശയം നമുക്ക് പറയാം 150 ഡിഗ്രിയാണ് ഉത്തരം. ഓപ്ഷൻ ബി. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു. 12 ഭുജങ്ങളുള്ള അല്ലെങ്കിൽ 12 കോണുകൾ 12 സൈഡുകളുള്ള ഒരു ബഹുഭുജം, സമബഹുഭുജം. അപ്പോഴേ നമ്മുടെ മനസ്സിൽ ഓർക്കണം, 12 സൈഡുകളും 12 കോണുകളുമുള്ള സമബഹുഭുജം എന്ന് പറഞ്ഞാൽ ഓരോ കോണുകളും തുല്യമാ, ഓരോ സൈഡുകളും തുല്യമാ. ഇങ്ങനെയുള്ള ഒരു സമബഹുഭുജത്തിന്റെ ഒരകക്കോണിന്റെ അളവ് എത്ര? അതായത് അകത്തെ ഒരു കോൺ എത്ര? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു ബഹുഭുജത്തിന് മൊത്തം കോണ് അകത്തെത്ര ഉണ്ട് എന്നറിയാൻ ഇക്വേഷൻ ഓർക്കുക. n-2 ഇൻറ്റു 180. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എത്ര സൈഡ് ഉണ്ടോ അത്. 12-2 ഇൻറ്റു 180. 10 ഗുണം 180 നമുക്ക് പറയാം 1800. ഈ ബഹുഭുജത്തിന് 12 വശങ്ങളുണ്ട്. ഈ 12 കോണുകളുണ്ട്. ഈ 12 കോണുകൾ ആകെ കൂട്ടുമ്പോൾ 1800 കിട്ടും. ഓർമ്മയുണ്ട്? ഇനി നമുക്കറിയാം ഈ ബഹുഭുജത്തിന്റെ എല്ലാ വശങ്ങളും, എല്ലാ അകക്കോണുകളും തുല്യമാണ്. അകത്തെ കോണുകളെല്ലാം തുല്യമാണ്. അപ്പൊ ഈ അകത്തെ കോണുകൾ എല്ലാം കൂട്ടുമ്പോൾ 1800. അപ്പൊ ഓരോന്നും എത്ര ഉണ്ടെന്ന് അറിയാൻ 1800/12. കാര്യം 12 കോണുകളുണ്ട്. അതെല്ലാം കൂട്ടുമ്പോൾ 1800. അപ്പൊ ഓരോന്നും എത്ര ഉണ്ടെന്ന് അറിയാൻ 1800/12 നമുക്ക് പറയാം 150. ഓക്കെ, ഇനി ഈ ടോപ്പിക്ക് നല്ല 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 തറവായിട്ട് അറിയാവുന്നവര് ഒരു പക്ഷെ ഒറ്റ സ്റ്റെപ്പിൽ ഇതിന്റെ ആൻസർ എഴുതും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 12 കോണുകളുള്ള ഒരു ബഹുഭുജം, അതിന്റെ ഓരോന്നും എത്രന്നാ ചോദ്യം. അപ്പൊ 12 കോണുകളുള്ള ബഹുഭുജത്തിന് മൊത്തം കോണുകൾ എത്രയുണ്ടെന്നറിയാൻ n-2 ഇൻറ്റു 180. n 12, 12-2 10 ഗുണം 180 എന്ന് മനസ്സിലാവും. മൊത്ത കോണുകൾ ഇത്രയാണ്. ഇതാണ് മൊത്ത കോണുകൾ. 12 സൈഡുകളുള്ള 12 കോണുകളുള്ളവന്റെ മുഴുവൻ കോൺ ഇത്രയുമാണ്. അപ്പൊ ഓരോന്നും എത്ര ഉണ്ടെന്ന് അറിയാൻ /12. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്താലും ഈ പറയുന്ന 150 നമുക്ക് ഈസി ആയിട്ട് വരാം. ഇത് നമുക്ക് വെട്ടലിച്ചിലൂടെ എളുപ്പമായിരിക്കും, ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. അപ്പോ മറന്നു പോകരുത്, ഒരു ബഹുഭുജത്തിന്റെ ആന്തര കോണുകളുടെ തുക n-2 ഇൻറ്റു 180. 5 വശമുള്ള ബഹുഭുജമാണ് 5-2 ഇൻറ്റു 180. 4 വശമുള്ള ബഹുഭുജമാണ് 4-2 ഇൻറ്റു 180. 10 വശമുള്ള ബഹുഭുജമാണ് 10-2 ഇൻറ്റു 180. മറക്കരുത്. അടുത്ത് ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എത്ര എന്നതാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. SCERT ടെക്സ്റ്റിൽ കിടക്കുന്ന ചോദ്യമാണ്. ശ്രദ്ധിക്കുക എല്ലാവരും. ഞാൻ ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു റൂള് പറഞ്ഞു തരാം. അത് നിങ്ങൾ കൃത്യമായി നോട്ടിൽ എഴുതി വെക്കണം. മസ്റ്റാണേ മക്കളെ.
ഒരു മട്ടത്രികോണമുണ്ട്. മട്ടത്രികോണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരെണ്ണം 90. ഡൗട്ടൊന്നുമില്ലല്ലോ. മട്ടത്രികോണം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇവിടെ 90 വരും. ഇനി ഒരു കോൺ 45 പറഞ്ഞു. അപ്പം ഞാൻ ഏതേലും ഒരു കോൺ 45 എന്ന് എഴുതി. അങ്ങനെയാണ് മറ്റേ കോണും എന്ത് തന്നെയാണ്? 45. അതെങ്ങനെ മനസ്സിലായി? എടാ മൊത്തം 180. ഒരു കോൺ 90, അടുത്ത കോൺ 45. അപ്പോൾ തന്നെ 135ആയി. മറ്റേത് 180 135 45 തന്നെ വരത്തില്ലേ? അല്ലേ തന്നെ 90 ഇവിടെ. അപ്പം ഇത് രണ്ടും കൂടെ 90 ആവണം. ഒരെണ്ണം 45 അടുത്ത 45. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലായി? ഇത് രണ്ട് കോണുകളും തുല്യമായ ഒരു മട്ടത്രികോണമാണ്. അല്ലെങ്കിൽ രണ്ട് കോണുകൾ തുല്യമാവുക എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡുകളും തുല്യമായ, അല്ലെങ്കിൽ രണ്ട് കോണ് തുല്യമാണെങ്കിൽ രണ്ട് സൈഡും തുല്യമാവും. രണ്ട് കോണുകൾ തുല്യമായ, അതുപോലെ തന്നെ രണ്ട് സൈഡുകൾ തുല്യമായ ഒരു മട്ടത്രികോണമാ. അപ്പോഴേ ഉറപ്പിച്ചോണം ഇതൊരു സമപാർശ്വ മട്ടത്രികോണമാ. മലയാളത്തിൽ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയും. സമപാർശ്വ മട്ടത്രികോണം. മക്കളെ ശ്രദ്ധിക്കുക. ഇവിടുന്ന് എങ്ങനെയാ മനസ്സിലായത്? ഇവിടെ ഒരെണ്ണം 90, ഒരെണ്ണം 45 പറഞ്ഞു. സ്വാഭാവികമായിട്ടും അടുത്ത 45. രണ്ട് കോണുകൾ തുല്യമാണ്. അതിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഈ രണ്ട് സൈഡുകളും തുല്യമാണ്. അതങ്ങനെ രണ്ട് കോണ് തുല്യമാണ്, രണ്ട് സൈഡും തുല്യമാവും. രണ്ട് സൈഡ് തുല്യമായ, രണ്ട് കോണുകൾ തുല്യമായ ത്രികോണത്തെ വിളിക്കുന്ന പേരാണ് സമപാർശ്വ ത്രികോണം. ഇതൊരു മട്ടത്രികോണം കൂടെ ആയതുകൊണ്ട് സമപാർശ്വ മട്ടത്രികോണം. നമ്മൾ ത്രികോണത്തിൽ നമ്മൾ ടോപ്പിക്കിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതൊരു സമപാർശ്വ ത്രികോണത്തിൻ്റെയും, ഇതാ ഇമ്പോർട്ടൻ്റ് പോയിന്റ്, 45 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് ഒരു റേഷ്യോയിലായിരിക്കും. 45 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് ഒരു റേഷ്യോയിലായിരിക്കും. ഇനി 90 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് √2 റേഷ്യോയിലായിരിക്കും. നമ്മുടെ ത്രികോണത്തിന്റെ ക്ലാസ്സുകൾ എടുത്തു നോക്കാം, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സമപാർശ്വ മട്ടത്രികോണത്തിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 1:1:√2 ആയിരിക്കും. അതായത് 45 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് ഒരു റേഷ്യോയിലാണ്. 45 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് ഒരു റേഷ്യോയിലാണ്. 90 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് √2 റേഷ്യോയിലാണ്. ഈ ഫിഗറും ഞാൻ ഈ പറഞ്ഞതും നിങ്ങളൊന്ന് എഴുതി വെക്കണം, എവിടെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യും. 45 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് ഒരു റേഷ്യോ, 45 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് ഒരു റേഷ്യോ. അങ്ങനെയാണ് 90-ന് ഓപ്പോസിറ്റ് 2 റേഷ്യോ. അതെങ്ങനെ 2 റേഷ്യോ വന്നെന്ന് മനസ്സിലായോ? സോറി, 2 അല്ല, √2 റേഷ്യോ. 2 അല്ല, √2. അതെങ്ങനെ √2 കിട്ടിയെന്ന് മനസ്സിലായോ? അതായത് ഇത് കർണമാണ്. കർണം എന്ന് പറയുന്നത് √ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം 1, 1ന്റെ സ്ക്വയർ 1 തന്നെ. ലംബം 1, 1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പൊ ഇത് √2. ഓക്കെ. അപ്പോ ഒരു സമപാർശ്വ മട്ടത്രികോണത്തിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 1:1:√2 ആണ്. അതായത് 45-നെതിരെയുള്ള ഒരു സൈഡ് 1 റേഷ്യോ, 45-നെതിരെയുള്ള അടുത്ത സൈഡും 45 ആയതുകൊണ്ട് 1 റേഷ്യോ, 90-നെതിരെയുള്ള സൈഡ് √2 റേഷ്യോ. പഠിച്ചോ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഒരു കോൺ 45 മട്ടത്രികോണത്തിന്റെ ലംബക വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ. നമ്മളൊരു മട്ടത്രികോണം വരയ്ക്കുകയാണ്. മട്ടത്രികോണത്തിന്റെ ഒരു കോൺ 45 എന്ന് പറയുമ്പോൾ ഇതും എന്ത് തന്നെയാണ്? 45. അപ്പൊ ലംബക വശം, അപ്പോഴേ നമ്മൾ ഇവിടുത്തെ റേഷ്യോ എടുക്കണം. 45-നെതിരെ ഒരു റേഷ്യോ, 45-നെതിരെ ഒരു റേഷ്യോ, 90-നെതിരെ √2 റേഷ്യോ. ഒരു മട്ടത്രികോണത്തിന്റെ ലംബക വശങ്ങളെന്ന് പറയുമ്പോഴേ ഓർത്തോണം ഇതാണ്, 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 ഇതാണ്. ഓക്കെ. ലംബക വശം 90 എവിടെ ആവുന്നത്? അതാണ് ലംബക വശം. അപ്പോ
ഒരു റേഷ്യോയാണ് നമ്മളോട് പറയുന്ന 8 സെന്റിമീറ്റർ. കണ്ടോ, ഒരു റേഷ്യോയാണ് നമ്മളോട് പറയുന്ന 8 സെന്റിമീറ്റർ. അപ്പൊ ഇതും 8ആണ്, ഇതും 8ആണ്. നമുക്ക് 90-നെതിരെയുള്ള കർണം √2 റേഷ്യോയാണ് കാണേണ്ടി. എടാ, ഒരു റേഷ്യോ 8ആണ്, √2 റേഷ്യോ എന്ന് പറയുന്നത് 8√2 ആണ്. സിമ്പിളായിട്ട് ഈ ഒരു റൂൾ അറിയാമെങ്കിൽ ഓപ്ഷൻ സിയിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാം. അപ്പൊ കുറച്ചു പേര് ചിന്തിക്കും അതെങ്ങനാ, അതായത് 1:1:√2 ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ആലോചിച്ചോക്കെ, √1:1:√2 ആണ് നമ്മുടെ റേഷ്യോ. അപ്പോ 45-നെതിരെയുള്ള ഒരെണ്ണം, അപ്പോൾ ഇവരുടെ ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞ റേഷ്യോ ആയതുകൊണ്ട് ഇത് 1x, ഇത് 1x, ഇത് √2x. ഓക്കെ, അപ്പോൾ ഒരെണ്ണം 1x, ഒരെണ്ണം 1x, ഒരെണ്ണം √2x. കാര്യം റേഷ്യോനെ ഒറിജിനലിലേക്ക് മാറ്റാൻ എക്സ് കൊടുക്കുന്നതല്ലേ, തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ നോക്കുക, ഒരു ലംബവശത്തിന്റെ നീളം 8. ലംബവശം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇതാ അല്ലേ ഇതാ. അതായത് ഒരു റേഷ്യോയാണ് നമ്മളോട് പറയുന്ന 8. അതായത് 1x ആണ് നമ്മളോട് പറയുന്ന 8. അതായത് ഇതോ എടുക്കാം, കാര്യം രണ്ടും സെയിമാ. ലംബവശം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. ലംബവശം നമ്മളോട് പറയുന്നു 8. ലംബവശത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1. അതായത് 1x ആണ് 8. 1x എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ, എക്സ് തന്നെയാ. നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറഞ്ഞ എക്സ് ആണ് 8. നമുക്ക് 90-നെതിരെയുള്ള കർണത്തിന്റെ നീളമാണ് കാണണ്ടേ. കർണം എന്ന് പറയുന്നത് √2x ആണ്. എടാ, എക്സ് 8 ആണ്, √2x എന്ന് പറഞ്ഞാൽ √2 × 8, അതായത് 8√2 എന്ന് പറയാം. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഞാൻ ഒരു വട്ടം കൂടെ പടേന്ന് പിടിക്കും പെട്ടെന്ന്. ഒരു കോൺ 45 ഡിഗ്രി ആയ മട്ടത്രികോണം. അപ്പോഴേ നമ്മളൊരു മട്ടത്രികോണം വരച്ചു. മട്ടത്രികോണത്തിന്റെ 90 ഇവിടെ, ഒരു കോൺ 45 ഇവിടെ. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് 45 ഇത് 45. കാര്യം ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എല്ലാം ഇവിടെ 180 വരണം. അപ്പൊ ഇത്രയും വരച്ചപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഒരു മട്ടത്രികോണവും രണ്ട് സൈഡും തുല്യവും. ഇതൊരു സമപാർശ്വ മട്ടത്രികോണമാണ്. 2 കോണ് 2 സൈഡ് തുല്യം. സമപാർശ്വ മട്ടത്രികോണത്തിന്റെ 45-നെതിരെ ഇരിക്കുന്ന സൈഡ് ഒരു റേഷ്യോയിലാണ്. 45 ഡിഗ്രിക്ക് എതിരെ ഇരിക്കുന്ന സൈഡ് ഒരു റേഷ്യോയിലാണ്. 90 ഡിഗ്രിക്ക് എതിരെ ഇരിക്കുന്ന സൈഡ് √2 റേഷ്യോയിലാണ്. ഇനി നമ്മളോട് എന്തോ പറയുന്നത്, ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ. എടാ, ലംബവശം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇത് അല്ലേ ഇത്. കണ്ട, ലംബവശം. കാര്യം ലംബം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഇവർ രണ്ടും കൂടെ ചേർന്ന്. അപ്പൊ ഇവരിൽ ഒരാൾ 8 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇത് 8 ആണ്, ഇതും എന്ത് തന്നെയാ, 8 തന്നെയാ. രണ്ടും നമുക്ക് ഇതാ കാണണ്ടേ. ഇത്രയും മാച്ച് ചെയ്യുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും, എടാ ഒരു റേഷ്യോ 8. നമുക്ക് കാണേണ്ടത് കർണം. ദണ്ട് ഇവനെയാ കാണണ്ടേ. ഇവനെന്ന് പറയുന്നത് √2 റേഷ്യോയാ. ഒരു റേഷ്യോ 8 ആണ്. അപ്പൊ √2 റേഷ്യോ എന്ന് പറയുന്നത് √2 × 8. 8 റേഷ്യോ 8√2 എന്ന് കിട്ടും. പോട്ടെ, ഇനി അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. സമപാർശ്വ മട്ടത്രികോണത്തിന്റെ സൈഡുകൾ 1:1:√2 എന്ന് പറയുന്ന റേഷ്യോയില. അപ്പോ ഇത് 2 ലംബവശങ്ങളും ഇത് കർണവുമാ. അപ്പൊ ലംബവശം ഒരെണ്ണം 1x ഒറിജിനലി, ഒരെണ്ണം 1x. കർണം എന്ന് പറയുന്നത് √2x. 1x എന്ന് പറയാൻ പാടില്ല, 1x എന്ന് പറഞ്ഞാൽ x ആണ്. ലംബവശത്തിന്റെ നീളം 8 എന്ന് പറഞ്ഞു. അതായത് ലംബവശത്തിന്റെ നീളം 1x. അതായത് 1x എന്ന് പറയുന്നത് 8. അതായത് x എന്ന് പറയുന്നത് 8. 1x x ഒന്ന് തന്നെയല്ലേ, 1x എന്ന് പറഞ്ഞാൽ x ആണ്. x 8. നമ്മളോട് ചോദിച്ചേക്കുന്നു കർണത്തിന്റെ നീളം. കർണം എന്ന് പറയുന്നത് ഇത് √2x. √2 × 8. നമുക്ക് പറയാം 8√2. സെറ്റാണ് ഓപ്ഷൻ സി. അപ്പൊ മറന്നു പോകരുത്, ഒരു സമപാർശ്വ മട്ടത്രികോണത്തിന്റെ സൈഡുകൾ 1:1:√2 ആയിരിക്കും. 45-നെതിരെയുള്ള ഒരു സൈഡ് 1,
45-നെതിരെയുള്ള മറ്റേ സൈഡും 1, 90-നെതിരെയുള്ള കർണം √2. 1:1:√2 റേഷ്യോയില. ഇവിടെ ലംബവശങ്ങളുടെ രണ്ടും 1 ആയിരിക്കും. ലംബവശത്തിന്റെ ഒരു റേഷ്യോ 1, ഒരു റേഷ്യോ 1. 90-നെതിരെയുള്ള കർണത്തിന്റെ റേഷ്യോ √2. ഇതേപോലെ 30, 60, 90 വരുന്ന ഒരു മട്ടത്രികോണത്തിന്റെ റേഷ്യോ കൂടെ നമുക്ക് പഠിക്കണം. വരും ദിവസങ്ങളിൽ ഞാൻ SCERT ക്ലാസ്സിൽ ഞാൻ ആഡ് ചെയ്തു തരാം. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം 1, 4, വൃത്തകേന്ദ്രം 3 - 4 എങ്കിൽ വ്യാസത്തിന്റെ മറ്റേ അറ്റത്തിന്റെ സൂചക സംഖ്യകൾ ഏവ എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. SCERT ടെക്സ്റ്റിലെ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം മുഴുവൻ. മക്കളെ, അതായത് 2 സൂചക സംഖ്യകളുടെ മിഡ് പോയിന്റ്, അതായത് മിഡിലിൽ വരുന്ന പോയിന്റ് കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. മധ്യസ്ഥാനം കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് മിഡ് പോയിന്റ് കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ മറന്നു പോവരുത്. എക്സിന്റെ ആളെ കാണാൻ x1 + x2/2, വൈയുടെ ആളെ കാണാൻ y1 + y2/2. ഒന്നുകൂടെ പറയുന്നു, 2 സംഖ്യകളുടെ അല്ലെങ്കിൽ 2 സ്ഥാനങ്ങളുടെ മിഡ് പോയിന്റ് കാണാൻ, മിഡിലിൽ വരുന്ന സൂചക സംഖ്യ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. x1 + x2/2, y1 + y2/2. ഒന്നുകൂടെ, 2 സൂചക സംഖ്യകൾ, അതായത് ഈ ഒരു സൂചക സംഖ്യയും ഇവിടുത്തെ സൂചക സംഖ്യയും ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈനിന്റെ മിഡിലിൽ വരുന്ന ആളെ കാണാൻ, മിഡിലിൽ വരുന്ന സൂചക സംഖ്യ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. x1 + x2/2, y1 + y2/2. വളരെ സിമ്പിളായ ഒരു ഇക്വേഷനാണ്. അതായത് ഇവിടെയും ഒരു x ആളുണ്ട്, ഇവിടെയും ഒരു എക്സിന്റെ ആളുണ്ട്. അപ്പൊ അവരുടെ നടുക്കെന്ന് പറഞ്ഞാൽ 2x കൂടെ കൂട്ടിയിട്ട് പകുതി. ഇവിടെയും ഒരു വൈയുടെ ആളുണ്ട്, ഇവിടെയും ഒരു വൈയുടെ ആളുണ്ട്. അപ്പൊ അവരുടെ നടുക്കത്തെ ആളെ കാണാൻ ഈ 2 വൈയുടെ കൂട്ടിയിട്ട് പകുതി. അപ്പൊ x1 + x2/2, y1 + y2/2. അപ്പൊ മിഡിലിൽ വരുന്ന ആളെ കാണാൻ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇവിടുത്തെയും ഇവിടുത്തെയും എക്സിന്റെ മിഡിലിൽ വരുന്ന ആളെ കാണാൻ x1 + x2/2, ഇവിടുത്തെയും ഇവിടുത്തെയും വൈയുടെ മിഡിലിൽ വരുന്ന ആളെ കാണാൻ y1 + y2/2. ഒന്നുമില്ല, എക്സിന്റെ 2 ആളുകൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മിഡിലിൽ വരും, വൈയുടെ 2 ആളുകൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മിഡിലിൽ വരും. ഇനി നമുക്ക് ഈ ചോദ്യത്തിലോട്ട് പോകാം. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം 1, 4, വൃത്തകേന്ദ്രം 3 - 4 എങ്കിൽ വ്യാസത്തിന്റെ മറ്റേ അറ്റത്തിന്റെ സൂചക സംഖ്യകൾ ഏവ എന്നതാണ് ചോദ്യം. ഇത് മറ്റേ അറ്റത്തിന്റെ എക്സിലും വൈയിലും വരുന്ന ആളെ കാണണം എന്നാണ് ചോദ്യം. ഞാൻ ഈ ജസ്റ്റ് ഇതൊന്ന് വരച്ചു കാണിക്കാം. മക്കളെ, ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിന്റെ വ്യാസം, വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, സെന്ററിൽ കൂടെ പോകുന്ന ഒരു ഡയമീറ്റർ. ഈ ഡയമീറ്ററിന്റെ നോക്കിക്കോണം, ഒരറ്റം, അതായത് ഈ ഒരറ്റം 1, 4 ആണ് എന്നിരിക്കട്ടെ. ക്വസ്റ്റ്യനിൽ തന്നു. ഇനി വൃത്തകേന്ദ്രം എന്ന് പറഞ്ഞാൽ സെന്ററിൽ ഇരിക്കുന്ന സാധനം, സെന്റർ 3 - 4 ആണ് എന്ന് തന്നു. നമുക്ക് വ്യാസത്തിന്റെ മറ്റേ അറ്റം ഇവിടെ വരുന്ന ആളെ കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ചോദ്യം മനസ്സിലായോ? ഒന്നുകൂടെ പറയുന്നു, ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിന്റെ ഡയമീറ്റർ ഉണ്ട്. ഡയമീറ്ററിന്റെ ഒരറ്റം 1, 4 ആണ്. ഇനി അതിന്റെ സെന്റർ 3 - 4 ആണ് വൃത്തകേന്ദ്രം. അങ്ങനെയാണെങ്കിൽ മറ്റേ അറ്റം കാണണം. ഇങ്ങനെ നമ്മൾ ചെയ്യും. മക്കളെ, ഞാൻ ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. നോക്കിക്കോണേ, ഒരറ്റം നമ്മുടെ കയ്യിലുണ്ട്. എന്താ? 1, 4. സെന്റർ നമ്മുടെ കയ്യിലുണ്ട് 3 - 4. നമുക്ക് മറ്റേ അറ്റം കാണണം. മറ്റേ അറ്റം ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എന്തുവാ? എടാ, ഇവിടെ വരുന്ന ആളുടെയും ഇവിടെ വരുന്ന ആളുടെയും സെന്ററിൽ വരുന്ന ആളാണ് ഇവന്മാര്. അതായത് ഇവന്റെയും മിഡ് പോയിന്റിൽ വരുന്നവരാണ് 3, 4.
ഇവന്റെയും മിഡ് പോയിന്റിൽ വരുന്ന ആളാണ് 3, 4. അപ്പൊ ഇവിടുത്തെ ആളെ ഞാൻ ഇക്വേഷൻ രീതിയിലേക്ക് മാറ്റിയ x1 y1 എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ ആളെ ഞാൻ x2 y2 എന്ന് വിളിക്കുന്നു. കണ്ടോ, ഈ x1 y1ന്റെയും x2 y2ന്റെയും മിഡ് പോയിന്റ് ആണ് 3, 4 എന്ന് പറയുന്നു. അപ്പൊ എക്സിന്റെ ആളെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം പറ. ഇവിടുത്തെ എക്സിന്റെ ആളായ 1ഉം അവിടുത്തെ എക്സിന്റെ ആള് നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ x2 എന്ന് കൊടുത്തു. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോഴാണ് ഇവിടുത്തെ എക്സിന്റെ ആളെ കിട്ടുന്നേ. അത് 3 ആണെന്ന് നമുക്കറിയാം. എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സൂചക സംഖ്യയിലെ ആദ്യത്തെ ആളാണ് എക്സിന്റെ ആൾ. ഒന്നുകൂടെ, ഇവിടുത്തെ x1 y1 സോറി നമ്മുടെ ഇക്വേഷൻ എന്തുവാ, x1 പ്ലസ് x2/2 ആണ് മിഡിൽ വരുന്ന ആള്. അപ്പൊ ഇവിടുത്തെ എക്സിന്റെ ആളെന്ന് പറഞ്ഞാൽ 1, ഇവിടുത്തെ എക്സിന്റെ ആള് നമുക്കറിയില്ല, അതുകൊണ്ട് x2 എന്ന് തന്നെ ഇട്ടു. ഇതിന്റെ പകുതി എടുക്കുമ്പോഴാണ് ഇവിടുത്തെ എക്സിന്റെ ആളെ കിട്ടുന്നത്. അത് 3. ഓക്കെ, ഇതൊന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് 1 പ്ലസ് x2 എന്ന് പറയുന്നത് 6 മനസ്സിലാവും. അങ്ങനെയാണ് x2, ഇവിടുത്തെ x2 കാണാൻ ഈ 1 അപ്പുറത്തേക്ക് പോയി 6 മൈനസ് 1 5 മനസ്സിലാവും. അപ്പൊ ഇവിടുത്തെ എക്സിന്റെ ആള് 5 എന്ന് മനസ്സിലാവും. ഇനി ഓപ്ഷന്റെ അകത്തിൽ 5 ഏതെങ്കിലും ഒരാളുണ്ടോ നോക്ക്. എക്സിന്റെ ആൾ 5 ഒരാളേ ഉള്ളൂ, അവനായിരിക്കും ഇവരുടെ ഉത്തരം. കണ്ടോ, ബാക്കി നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നില്ല. കാര്യം വൈ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, കാര്യം 5 തുടങ്ങുന്ന ഒരാളേ ഉള്ളൂ. ഞാനിവിടെ ചെയ്ത് കാണിക്കും. എന്നാലും ഓപ്ഷൻ എലിമിനേഷൻ വഴി ഇത്രയും ചെയ്താൽ നമുക്ക് ഉത്തരം ഒപ്പിക്കും. ഇനി അതല്ല, നമുക്ക് വൈയുടെ ആളെയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ വൈയുടെ ആളും കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോഴാണ് ഇവിടുത്തെ വൈയുടെ ആള് വരിക. ആലോചിച്ച് നോക്ക്. അതായത് ഇക്വേഷനിൽ പറഞ്ഞ മിഡ് പോയിന്റ് കാണാൻ y1 പ്ലസ് y2/2 ആണ് വൈയുടെ മിഡ് പോയിന്റ്. ഇവിടുത്തെ വൈയുടെ ആള് രണ്ടാമത്തെ ആള് 4 പ്ലസ് ഇവിടുത്തെ വൈയുടെ ആള് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് y2 എന്ന് കൊടുത്തു. /2 ആണ് ഇവിടുത്തെ വൈയുടെ ആള്. ഇവിടുത്തെ വൈയുടെ ആളും -4 ഞാൻ എഴുതിയത് മാറിപ്പോയതാ കേട്ടോ. -4 ക്വസ്റ്റ്യൻ. അപ്പൊ ഇവരുടെ വൈയുടെ ആളെ കിട്ടും -4. അതായത് ഇവിടുത്തെ വൈയുടെ ആളായ 4ഉം ഇവിടുത്തെ വൈയുടെ ആള് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് y2 എന്ന് കൊടുത്തു. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോഴാണ് ഇവിടുത്തെ വൈയുടെ ആളെ കിട്ടുന്നത്. അത് -4. അപ്പൊ ഇതൊന്ന് ക്രോസ് ചെയ്താ 4 പ്ലസ് y2 എന്ന് പറയുന്നത് -8 എന്ന് മനസ്സിലാവും. കാര്യം രണ്ടും -4 ഗുണിച്ചാൽ -8. അപ്പൊ y2 കാണാൻ -8 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ 4 അപ്പുറത്തേക്ക് പോകുമ്പോ -4 വരും. -8 -4 2 മൈനസ് വന്ന കൂട്ടിയിട്ട് മൈനസ് ഇടുക, -12. ഇങ്ങനെ 2 മൈനസ് വന്ന കൂട്ടിയിട്ട് മൈനസ് ഇടുക, -12 എന്ന് വരും. അപ്പൊ വൈയുടെ വില -12. അപ്പൊ 5 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. വൈയുടെ വില -12. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഞാൻ ഒരു വട്ടം കൂടെ പെട്ടെന്ന് ചെയ്യും, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. മക്കളെ, വൃത്തം അവിടെ നിൽക്കട്ടെ. വൃത്തത്തിന്റെ ഒരു വ്യാസമാണ് ഇതെന്നിരിക്കാം. വ്യാസത്തിന്റെ ഒരറ്റം നമ്മളോട് പറയുന്നു 1, 4. ഒരറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം x1 y1, അതാണ് 1, 4. ഇനി വൃത്ത കേന്ദ്രം അതിന്റെ സെന്ററിൽ വരുന്നത് നമ്മളോട് പറയുന്നു 3 - 4. ഇനി മറ്റേ അറ്റം കാണണം. മറ്റേ അറ്റത്തെ നമുക്ക് x2 y2 എന്ന് കൊടുക്കാം. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ വൃത്ത കേന്ദ്രം ഇതാണ്. ഇവന്റെയും മിഡിലാണ് വൃത്ത കേന്ദ്രം വരുന്നത്. അപ്പൊ ഇവന്റെയും മിഡ് പോയിന്റ് ആണ് ഇത്. മിഡ് പോയിന്റ് എക്സിന്റെ ആളെ എങ്ങനെ കണ്ടുപിടിക്കും? x1 പ്ലസ് x2/2 ആണ് മിഡിലിൽ വരുന്ന ആള്. ഇവിടെ x1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സിന്റെ ആൾ 1, x2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എക്സിന്റെ ആള് നമുക്ക് അറിയത്തില്ല, x2 എന്ന് കൊടുത്തു. അതിന്റെ പകുതി എടുക്കുമ്പോഴാണ് ഇവന്റെ മിഡില് കിട്ടുന്ന എക്സിന്റെ, അത് നമുക്കറിയാം 3. ഇത് ക്ലോസ് ചെയ്ത നമുക്ക് കിട്ടും 1 പ്ലസ് x2 എന്ന് പറയുന്നത് 6, 3 2 6. അപ്പൊ x2 കാണാൻ 6ൽ നിന്ന് 1 പോയി 5. അപ്പൊ ഇവിടുത്തെ x2 എന്ന് പറയുന്ന സാധനം ഒരറ്റം കിട്ടി 5.
5 ഒരെണ്ണേ ഉള്ളൂ, ഓപ്ഷൻ സി. ഇനി മറ്റേതും കൂടെ നോക്കാം. y1 പ്ലസ് y2/2 ആണ് ഇവിടുത്തെ വൈയുടെ ആള്. കാര്യം ഇത് മിഡ് പോയിന്റാ. y1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൈയുടെ ആള് 4 പ്ലസ് y2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആള് നമുക്ക് അറിയത്തില്ല, /2 ആണ് ഇവിടുത്തെ വൈയുടെ ആൾ, അത് -4. ഇത് ക്രോസ് ചെയ്ത 4 പ്ലസ് y2 എന്ന് പറയുന്നത് -8. അങ്ങ് കരുത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ. അപ്പൊ y2 എന്ന് പറയുന്നത് -8 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ 4 അവിടെ പോയി -4 ആവും. 2 മൈനസ് വരുമ്പോ 2 കൂടെ ചേർത്ത് -12. ഓക്കെ ആണ്. അപ്പൊ 5 - 12 ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ നിങ്ങൾ മറന്നു പോകരുത്, മിഡ് പോയിന്റ് ഇവിടെയും ഇവിടെയും വരുന്ന 2 പോയിന്റുകളുടെ മിഡിലുള്ള സൂചക സംഖ്യ കാണാനുള്ള ഇക്വേഷൻ ആണ് x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. x1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സിന്റെ ആള്, x2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സിന്റെ ആള്, y1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൈയുടെ ആള്, y2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൈയുടെ ആള്. ഇത് രണ്ടും കൂടെ ചേർത്ത് കിട്ടുമ്പോൾ ഇവിടുത്തെ ആളെ നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം. ഒരധിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര? ഇതാണ് ചോദ്യം. മക്കളെ, ഇതൊരു കോമൺ ചോദ്യമാണ് കലണ്ടറിലെ. ഇതങ്ങ് പഠിച്ചു വെച്ചോളുക. ഒരു സാധാരണ വർഷത്തിൽ 53 ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാകാനുള്ള സാധ്യത 1/7 ആണ്. ഒരു അതിവർഷത്തിൽ 53 ഏതെങ്കിലും ഒരു ദിവസം വരാനുള്ള സാധ്യത 2/7 ആണ്. ഇത് നിർബന്ധമായും എഴുതി വെക്കണം, പഠിച്ചു വെക്കണം. ഒരു സാധാരണ വർഷത്തിൽ 53 പ്രാവശ്യം ഏതെങ്കിലും ഒരു ദിവസം, അത് ശനി ആയിക്കോട്ടെ, ഞായറായിക്കോട്ടെ, തിങ്കളായിക്കോട്ടെ, ചൊവ്വയായിക്കോട്ടെ, വാട്ടോ, വരാനുള്ള സാധ്യത 1/7 ആണ്. ഒരു അതിവർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വരാനുള്ള സാധ്യത 2/7 ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇവിടെ തന്നെ നോക്ക്, 53 ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത എന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ, സാധ്യത കാണാനുള്ള ഇക്വേഷൻ, പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന്. ഫേവറബിൾ ടോട്ടൽ നമുക്കറിയാം 7 ദിവസം. അതില് നമ്മൾ കലണ്ടറിൽ പഠിക്കുന്നുണ്ട്, ആ ജനുവരി ഒരു അതിവർഷത്തിന്റെ ആദ്യത്തെ 2 ദിവസം മാത്രം 53 പ്രാവശ്യം വരും. കലണ്ടർ ഡീറ്റെയിൽ ആയി പഠിച്ചവർക്ക് അറിയാം. കാര്യം അതിവർഷം എന്ന് പറഞ്ഞാൽ 53 ആഴ്ചയും 2 ദിവസവുമാണ്. 52 ആഴ്ചയും 2 ദിവസവുമാണ്. അപ്പോൾ അതിവർഷം. അപ്പൊ ആദ്യത്തെ 2 ദിവസം 53 പ്രാവശ്യം വരാനുള്ള സാധ്യതയുണ്ട്. സാധാരണ വർഷത്തിൽ ആദ്യത്തെ ഒരു ദിവസം 53 പ്രാവശ്യം വരാനുള്ള സാധ്യതയുണ്ട്. കലണ്ടർ പഠിച്ചവർക്കറിയാം, ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരു സാധാരണ വർഷത്തിന്റെ ആദ്യത്തെ ഒരു ദിവസം 53 പ്രാവശ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഒരു അതിവർഷത്തിൽ ആദ്യത്തെ 2 ദിവസം 53 പ്രാവശ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അതിവർഷമാണ്. അപ്പോ 7 ദിവസങ്ങളിൽ 2 ദിവസങ്ങൾക്ക് സാധ്യതയുണ്ട്. കാര്യം ആകെ 7 ദിവസമാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. 7 ദിവസങ്ങളിൽ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 2/7 വന്നത്. സാധാരണ വർഷമാണെങ്കിൽ 7 ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം വരുന്ന ഒരു ദിവസത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ 1/7 വരുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന്. അനുകൂല ബലം ബൈ ആകെ ബലം. ആകെ നമുക്കറിയാം എന്തായാലും സാധ്യത പ്രോബബിലിറ്റി 7 ആണ്. കാര്യം 7 ദിവസം. അതിൽ അതിവർഷത്തിൽ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് സാധ്യതയുണ്ട്. അനുകൂല സാധ്യത 2/7. സാധാരണ വർഷമാണെങ്കിൽ മൊത്തം 7 സാധ്യതയുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ദിവസത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് 1/7. ഓക്കെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഞാൻ ഒരുമിച്ച് ഒന്നുകൂടെ പറയാണ്. മക്കളെ, ഒരു സാധാരണ വർഷത്തിൽ ആദ്യത്തെ ഒരു ദിവസം മാത്രമേ 53 പ്രാവശ്യം വരൂ. അതുകൊണ്ട് ഒരു സാധാരണ വർഷത്തിൽ 53 തിങ്കളാഴ്ച വരാനുള്ള സാധ്യത 1/7, 53 ചൊവ്വാഴ്ച വരാനുള്ള സാധ്യത 1/7, 53 ഞായറാഴ്ച വരാനുള്ള സാധ്യത 1/7. മക്കളെ, ഒരു അതിവർഷത്തിൽ ആദ്യത്തെ 2 ദിവസം 53 പ്രാവശ്യം വരും. ആദ്യത്തെ 2 ദിവസം. അപ്പൊ ആ 2 ദിവസം വേണേ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഏതും ആവാം.
2 ദിവസങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു അതിവർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം 53 പ്രാവശ്യം വരാനുള്ള സാധ്യത 2/7 ആണ്. അപ്പോൾ ഒരു അതിവർഷത്തിൽ 53 പ്രാവശ്യം ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത 2/7. 53 പ്രാവശ്യം തിങ്കളാഴ്ചകൾ വരാനുള്ള സാധ്യത 2/7. 53 പ്രാവശ്യം ചൊവ്വാഴ്ചകൾ വരാനുള്ള സാധ്യത 2/7. SCRT ടെക്സ്റ്റിലുള്ള ചോദ്യമാണ്. ഈ 2 ചോദ്യം വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോളൂ കുഞ്ഞുങ്ങളെ. ഈ ചോദ്യ പേപ്പറിലെ ഏറ്റവും പാടായ ചോദ്യങ്ങളിൽ ഒന്നാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നല്ലവണ്ണം ശ്രദ്ധിക്കുക, നല്ലവണ്ണം കൃത്യമായും പറയാൻ പോകുന്ന കാര്യങ്ങൾ നോട്ടാക്കുക, പ്രയോജനപ്പെടും. ചോദ്യം ഇങ്ങനെയാണ്: ഒരു സംഖ്യയുടെയും അതിൻ്റെ വ്യൂൽക്രമത്തിൻ്റെയും തുക 6 ആയാൽ സംഖ്യ ഏത്? ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ഒരു സംഖ്യയുണ്ട്, ആ സംഖ്യയുടെയും അതിൻ്റെ വ്യൂൽക്രമത്തിൻ്റെയും തുക 6 ആയാൽ സംഖ്യ ഏത്? അപ്പോൾ ഒരു സംഖ്യയെ ഞാൻ എക്സ് എന്ന് വിളിച്ചു, അതിൻ്റെ വ്യൂൽക്രമത്തെ ഞാൻ 1/x എന്ന് വിളിച്ചു. അപ്പോൾ ഒരു സംഖ്യ എക്സ്, അതിൻ്റെ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ, തിരിച്ചിടുക എന്ന്, 1/x. ഇത് രണ്ടൂടെ കൂട്ടുമ്പോൾ മക്കളെ 6 കിട്ടും എന്നാണ് പറയുന്നത്. സംഖ്യ കണ്ടുപിടിക്കണം. ചോദ്യം ഒന്നുകൂടെ: ഒരു സംഖ്യ എക്സ്, അതിൻ്റെ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ, ആ സംഖ്യ തിരിച്ചിടുന്നത് 1/x. കാര്യം എക്സ് തിരിച്ചിട്ട 1/x. ഇവരുടെ തുക 6 കിട്ടും. അപ്പൊ എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് 6 ആണ്. നമുക്ക് എക്സ് കാണണം. ഇതേപോലെ നമ്മൾ ഐഡന്റിറ്റീസിന്റെ അകത്തിൽ കുറെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സർവ്വസമവാക്യം എക്സ് പ്ലസ് 1/x ഇതാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എത്ര എന്നൊക്കെ പറയുന്ന സാധനം. അവിടെയൊക്കെ എക്സ് സ്ക്വയറും x⁴ x³ ഒക്കെയാണ് കാണുന്നത്. ഒരിക്കലും ഈ പറയുന്ന പോലെ എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ആ രീതിയിലുള്ള ഷോർട്ട് കട്ട് വഴി നടക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോർമലി ഈ സാധനം എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെയാണോ കൂട്ടുന്നത് അതുപോലെ എക്സും എക്സൂടെ കൂട്ടിയ x², 1 ഇവിടെ ആരും ഇല്ല അതുകൊണ്ട് 1 ആരും ഇല്ലാത്തതുകൊണ്ട് ഇത് 1 ഡിവൈഡഡ് ബൈ x ഈസ് ഈക്വൽ ടു 6. ഇവിടെ വരെ ഓക്കെ ആണ്. എക്സും എക്സൂടെ കൂട്ടിയ ഗുണിച്ചാൽ x² പ്ലസ് 1ഉം 1 കൂടെ ഗുണിച്ചാൽ 1, പിന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇത്രയും. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മനസ്സിലാവും x² പ്ലസ് 1 ഈക്വൽ ടു 6x. ഓക്കെ, ഇനി 6xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലാവും x² പ്ലസ് 1 മൈനസ് 6x ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിൽ, അതായത് ഒരു ദ്വിമാന സമവാക്യത്തിന്റെ ഫോമിൽ ഇവരെ എഴുതുമ്പോൾ ആദ്യം x² എഴുതണം, പിന്നെ എക്സിലുള്ള സാധനം, അപ്പൊ x² മൈനസ് 6x. കാര്യം x² ആദ്യം, പിന്നെ എക്സിലുള്ളത് മൈനസ് 6x ആണ്, പിന്നെ ആ സംഖ്യ എഴുതണം ഈക്വൽ ടു 0. ഈ ഒരു സാധനം ഈ ഒരു രീതിയിലേക്ക് മാറി. x² മൈനസ് 6x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന രൂപത്തിലേക്ക് ഇത് മാറി. ഓക്കെ ആണോ? ഞാൻ ഇവിടെ വരെ ഒന്നും കൂടെ പറഞ്ഞു തരും, ഇവിടെ വരെ നിങ്ങൾ ഒന്നുകൂടെ ചെയ്യും. ഓക്കെ, ഒരു സംഖ്യ ഞാൻ അതിനെ എക്സ് എന്ന് വിളിച്ചു, അതിൻ്റെ വ്യൂൽക്രമം, എക്സിന്റെ വ്യൂൽക്രമം 1/x. ഇവരുടെ തുക, അതായത് എക്സും 1/x കൂടെ കൂട്ടുമ്പോൾ 6 വരും. നമുക്ക് ആ സംഖ്യയായ എക്സ് കാണണം. മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡ് കൂട്ടാൻ പോവാം. വെറുതെ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ 1 ആണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ആദ്യം എക്സും എക്സൂടെ ഗുണിച്ചു x², ഇടയ്ക്കത്തെ പ്ലസ് ഇട്ടു, 1ഉം 1 കൂടെ ഗുണിച്ചു 1 ഡിവൈഡഡ് ബൈ എക്സും 1 കൂടെ ഗുണിച്ചു x ഈക്വൽ ടു 6. ഇനി ഇത് വീണ്ടും ഇവരുമായിട്ട് ക്രോസ് ചെയ്യണം. ഇവരുമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ ഇവിടെ ആരുമില്ല, അപ്പോൾ 1 തന്നെയാണ്. x² പ്ലസ് 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1 തന്നെ, x² പ്ലസ് 1. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് 6x കൂടെ ഗുണിച്ചാൽ 6x. ഇനി ഈ 6x ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന x² പ്ലസ് 1, 6x ഇവിടേക്ക് വന്ന മൈനസ് 6x ആവും ഈക്വൽ ടു 0. ഇനി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു ഫോം വെച്ചിട്ട് ആദ്യം x² ആളെ ആദ്യം എഴുതണം. x² ടേം ഞാൻ ആദ്യം എഴുതി,
എക്സ് സ്ക്വയർ. പിന്നെ എക്സിലുള്ള ടേം എഴുതണം. എക്സിലുള്ള ടേം എന്ന് പറഞ്ഞാൽ ആർ എക്സ് ആണ്. അതിന് സിമ്പൽ ഉണ്ടായതുകൊണ്ട് -RX. പിന്നെ ആ പൂർണ്ണസംഖ്യ, ആ കോൺസ്റ്റന്റ് ആയ സംഖ്യ +1 = 0. ഇനി മക്കളെ ഇവന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് സ്ക്വയർ -RX + 1 = 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ അകത്തുനിന്ന് എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം ശ്രദ്ധിക്കുക. എക്സ് സ്ക്വയർ -RX + 1 = 0 എന്ന ദ്വിമാന സമവാക്യത്തിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില കണ്ടുപിടിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം നല്ലവണ്ണം മക്കളെ. ഇവിടെ 3 ആളുകളാണുള്ളത്. എക്സ് സ്ക്വയറും ഉണ്ട്, എക്സും ഉണ്ട്, 1ഉം ഉണ്ട്. അപ്പൊ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള ആളെ ഞാൻ എ എന്ന് വിളിക്കും. പിന്നെ രണ്ടാമത്തെ എക്സിന്റെ കൂടെയുള്ള ആളെ ഞാൻ ബി എന്ന് വിളിക്കും. മൂന്നാമത്തെ കോൺസ്റ്റന്റിന്റെ കൂടെയുള്ള ആളെ ഞാൻ സി എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ് ആണ് എ, എക്സിന്റെ കോയഫിഷ്യന്റ് ആണ് ബി, ഇനി ആ കോൺസ്റ്റന്റ് ആണ് സി. എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഒന്നുകൂടെ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള കോയഫിഷ്യന്റ് എ, എക്സിന്റെ കൂടെയുള്ള കോയഫിഷ്യന്റ് ബി, പിന്നെ കോൺസ്റ്റന്റിന്റെ കൂടെയുള്ള അല്ല കോൺസ്റ്റന്റ് സി. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കൂടെ ആരുമില്ല. അപ്പൊ എയുടെ വില 1. ഇനി എക്സിന്റെ കൂടെ -R ആണ് കോയഫിഷ്യന്റ്. അപ്പൊ ബിയുടെ വില -6. സി എന്ന് പറഞ്ഞാൽ അവസാനം വരുന്ന ആ കോൺസ്റ്റന്റ് 1. ഇവിടെ വരെ ഓക്കെ ആണ്. ഒന്നുകൂടെ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള ആള് എ, എക്സ് സ്ക്വയറിന്റെ കൂടെ ആരുമില്ല. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 1. എക്സിന്റെ കൂടെയുള്ള ആള് ബി, അപ്പൊ എക്സിന്റെ കൂടെ -R ആണ്. അപ്പൊ അതാണ് ബി. ഇനി ആ കോൺസ്റ്റന്റ് സി എന്ന് പറയുന്ന 1. ഇനി മക്കളെ ഏതൊരു ദ്വിമാന സമവാക്യവും എക്സ് കണ്ടുപിടിക്കാൻ, റൂട്ട് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നിർബന്ധമായും നിങ്ങൾ ഈ ഒരു നിമിഷം മുതൽ അത് പഠിക്കുക. -b ± √b² - 4ac / 2a. ഒന്നുകൂടെ പറയുന്നു, -b ± √b² - 4ac / 2a. ഓക്കെ, അപ്പൊ കുറച്ചു പേര് മനസ്സിൽ വിചാരിക്കും, എടാ -b ± അപ്പൊ പ്ലസ് കൊടുക്കോ മൈനസ് കൊടുക്കോ? മക്കളെ ഇത് രണ്ടും കൊടുക്കണം. കാര്യം ഒരു ദ്വിമാന സമവാക്യത്തിന് 2 റൂട്ടുകളുണ്ട്. എക്സിന് 2 വിലയുണ്ട്. പ്ലസ് റൂട്ടും വരാം, മൈനസ് റൂട്ടും വരാം. അപ്പോ ഇത് രണ്ടും നമ്മൾ ചെയ്യണം. -b √b² - 4ac / 2a എന്നും നമ്മൾ ചെയ്യണം. പിന്നെ -b -√b² - 4ac / 2aയും നമ്മൾ ചെയ്യണം. നമ്മൾ ആദ്യം ഈ റൂട്ടിന്റെ അകത്തിൽ കിടക്കുന്ന വാല്യൂ അങ്ങ് ചെയ്യാൻ പോവാം. കാര്യം അത് രണ്ടിടത്തും കോമൺ ആയിട്ട് വന്നുകൊണ്ട് നമുക്ക് ആദ്യം അതങ്ങ് ചെയ്യാം. √b² - 4ac. മക്കളെ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ -R. -Rന്റെ സ്ക്വയർ 36 മൈനസ് 4ac 4 ഗുണം എ എന്ന് പറഞ്ഞാൽ 1 ആണ്, സി എന്ന് പറഞ്ഞാൽ 1. √4 36 - 4 നമുക്ക് പറയാം √32. 32ന് റൂട്ടില്ല. ആ 32നെ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ കൊണ്ട് റൂട്ട് എഴുതാം. 32നെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുത്താൽ 16 ഗുണം 2 എന്ന് എഴുതാം. കാര്യം റൂട്ടുള്ള ഒരു സംഖ്യയുടെ ഗുണിതമായിട്ട് എടുക്കാം. 16 ഗുണം 2 എന്ന് എഴുതാം. 16 ഗുണം 2 ആണ് 32. അപ്പം 16ന് റൂട്ടുണ്ട് 4, 2ന് റൂട്ടില്ല. അതുകൊണ്ട് 4√2 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ ആണ്. എനിക്കറിയാം ഇത് പാടാണെന്ന്. പക്ഷെ ഇനി ഒരു അവസരത്തിൽ ഈ ചോദ്യം വന്നാൽ റാങ്ക് മേക്കിംഗ് ആവും. പഠിച്ചു വെച്ചാൽ 100% പ്രയോജനം. ഒന്നുകൂടെ b² - 4ac. ബി എന്ന് പറയുന്നത് -R ആണ്. -Rന്റെ സ്ക്വയർ -6 ഗുണം -6 36. മൈനസ് അല്ല 36. മൈനസിൽ ഒരു സംഖ്യയുടെ സ്ക്വയർ പ്ലസ് വരും. 36 - 4ac. 4 × 1 × 1.
36 - 4 നമുക്ക് 32 എന്ന് കിട്ടും. 32ന്റെ റൂട്ട് നമുക്ക് എടുക്കണം. 32ന് റൂട്ടില്ല. ഒന്നുകിൽ സൈഡിൽ കൊണ്ടുപോയി 32ന്റെ റൂട്ട് കണ്ടുപിടിക്കാം, അല്ലെ 32നെ റൂട്ടുള്ള ഒരു സംഖ്യയുടെ ഗുണിതമായിട്ട് എഴുതുക. 16 × 2 32. 16ന് റൂട്ടുണ്ട് 4, 2ന് റൂട്ടില്ല, അതുകൊണ്ട് 4 റൂട്ട് എന്ന് എഴുതി. ഇനി ആ ഇക്വേഷൻ്റെ അകത്തിടുക മൈനസ് ബി എന്ന ഇക്വേഷൻ. ബി മൈനസ് ആറാ. അപ്പൊ മൈനസ് ബി എന്ന് പറയുമ്പോ -6 2 മൈനസ് വരും. മൈനസ് ബി എന്ന് പറയുമ്പോ -6 എന്ന് വരും. പ്ലസ് √(b²-4ac) നമ്മൾ ഓൾറെഡി ചെയ്തതാ, അത് നമുക്കറിയാം. 4√2 ബൈ 2a. ഒരു എ എന്ന് പറഞ്ഞാൽ 1, ഇപ്പൊ 2a എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, 2 മൈനസ് വരുമ്പോ അത് പ്ലസ് ആവും. ഒന്നുകൂടെ മൈനസ് ബി. വെറും ബി എന്ന് പറഞ്ഞാൽ -6. അപ്പൊ മൈനസ് ബി എന്ന് പറഞ്ഞാൽ -6. 2 മൈനസ് വന്ന +6 പ്ലസ് √(b²-4ac) ഓൾറെഡി നമുക്കറിയാം 4√2 ബൈ 2a. എന്ന് പറഞ്ഞാൽ 1, 2a എന്ന് പറഞ്ഞാൽ 2. ഇനി ഇവര് തമ്മിൽ വെട്ടാൻ വല്ലതുണ്ടേ വെട്ടണം. ഇനി വെട്ടിക്രിയ നന്നായിട്ട് അറിയാവുന്നവർക്കറിയാം. ദേ ഇവിടെ പ്ലസ് വന്നുണ്ട്, 2 കൊണ്ട് ഇവനെയും വെട്ടണം ഇവനെയും വെട്ടണം. കാര്യം ഇവിടെ ഇൻഡു ആയിരുന്നു, ഒറ്റ വെട്ടേ ഉള്ളൂ. പ്ലസ് വന്നോണ്ട് ഇത് 2 ഒരൊറ്റ ടേമ. ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം വെട്ടണം. അപ്പൊ ഇവരെ ഒറ്റയടിക്ക് വെട്ടിയ ഈ സാധനം 2 കൊണ്ട് 6നെ വെട്ടിയ 3+, 2 കൊണ്ട് 4നെ വെട്ടിയ 2√2 എന്ന് എഴുതാം. ഇനി അതല്ല ഇങ്ങനെ വെട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി, പ്ലസ് ആയതുകൊണ്ട് 2നെ വെട്ടിയത്, നമുക്ക് 6ൽ നിന്ന് ഇവിടുന്ന് ഒരു 2 കോമൺ എടുത്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 × 3 + 2√2 എന്ന് വരും. കാര്യം 6ൽ നിന്ന് ഒരു 2 കോമൺ എടുത്താൽ 3 ആവും. 4√2 എന്നൊരു 2 കോമൺ എടുത്താൽ 2√2 ആവും. ഡിവൈഡഡ് ബൈ 2. ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്താലും 3 + 2√2 എന്ന് കിട്ടും. ഇനി അതല്ല ഇങ്ങനെ ഇവിടെ പ്ലസ് വന്നോണ്ട് 2 കൊണ്ട് ഇവനെയും വെട്ടാം ഇവനെയും ഹരിക്കണം. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 പ്ലസ് 4√നെ 2 കൊണ്ട് ഹരിച്ചാൽ 2√2. നമുക്ക് പറയാം 3 + 2√2. പ്ലസ് ആയതുകൊണ്ട് ആ 2 ഹരിച്ചേണ്ടി വന്നത്. പ്ലസും മൈനസും ആണ്. മേളിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഹരിക്കേണ്ടി വരും, അല്ലെ കോമൺ എടുത്ത് ചെയ്യേണ്ടി വരും. ഇനി -b പ്ലസ് മൈനസ് വരും. -b എടാ ഒരു ബി എന്ന് പറഞ്ഞാൽ -6. അപ്പൊ -b എന്ന് പറയുമ്പോൾ മനസ്സിൽ ആലോചിക്കാം -6 എന്ന് പറഞ്ഞാൽ +6 മൈനസ് ഈ സാധനം നമുക്ക് ഓൾറെഡി അറിയാം 4√2 ഡിവൈഡഡ് ബൈ 2a. ഒരു എ എന്ന് പറഞ്ഞാൽ 1, 2 എന്ന് പറഞ്ഞാൽ 2. ഇനി പ്ലസോ മൈനസോ വന്നാൽ മേളിൽ വെട്ടുമ്പോ മേളിലുള്ള ആരൊക്കെ ഉണ്ട് അവരെല്ലാം വെട്ടണം. 6നെ നമുക്ക് 2 കൊണ്ട് ഹരിച്ചാൽ 3 വരും. -4√2നെ 2 കൊണ്ട് ഹരിച്ചാൽ 2√2. 3 - √2 എന്ന് കിട്ടും. ഇനി അതല്ല 2 കോമൺ എടുത്താൽ നമുക്ക് മനസ്സിലാവും 3 - കാര്യം 6ൽ നിന്ന് 2 കോമൺ എടുത്താൽ 3 ആവും. മൈനസ് ഇട്ടു. 4√2 2 കോമൺ എടുത്താൽ 2√2 എന്ന് വരും. ഇവിടെ 2 ഉണ്ട് ഓൾറെഡി. 2ഉം 2 കൂടെ ക്യാൻസൽ ചെയ്താൽ 3 - 2√2 എന്ന് കിട്ടും. 3 - 2√2. അപ്പൊ ഒരു ഉത്തരം 3 + 2√2ഉം എക്സിന്റെ ഒരു വാല്യൂ 3 - 2√2 എന്നാണ്. കാര്യം ഇത് പെർഫെക്റ്റ് റൂട്ട് അല്ലാത്തതുകൊണ്ട് ഒന്ന് പ്ലസും ഒന്ന് മൈനസും. ഒരെണ്ണം 3 + 2√2ഉം ഒരെണ്ണം 3 - 2√2. നമ്മുടെ കയ്യിൽ ഓപ്ഷനിൽ ഒരെണ്ണം ഉണ്ട്, 2 കൂടെ ഇല്ല. 3 + 2√2 ഉണ്ട്. അവിടെ വരെ ചെയ്താലും മതി, കാര്യം മറ്റേതില്ല. പോട്ടെ, 3 + 2√2 ഉണ്ട്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഇതൊരു നിസ്സാരമായ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കാണരുത്. വന്നാൽ റാങ്ക് മേക്കിംഗ് ആവാൻ സാധ്യതയുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു. ഞാൻ ഒരു വട്ടം കൂടെ ചെയ്യും, നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. ഒരു സംഖ്യയുടെയും അതിൻ്റെ വ്യൂൽക്രമത്തിൻ്റെയും തുക 6. അപ്പോൾ ഒരു സംഖ്യയെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. അതിൻ്റെ വ്യൂൽക്രമം എന്ന് പറഞ്ഞാൽ എക്സിനെ തിരിച്ചിടുന്ന 1/x. ഇത് 2 കൂടെ കൂട്ടുമ്പോൾ മക്കളെ 6 കിട്ടും. ഇതിൻ്റെ അടിയിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അത് 1 ആണ്. ഇത് എങ്ങനെയാ കൂട്ടുക? ആദ്യം ഇത് 2 കൂടെ എക്സും എക്സും x² പ്ലസ് 1 1 1 ഡിവൈഡഡ് ബൈ എക്സും 1 കൂടെ ഗുണിച്ചാൽ എക്സ് ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 6. എക്സും എക്സും കൂടെ ഗുണിച്ചു x²,
ഒന്നും ഒന്നുകൂടെ ഗുണിച്ചു 1 ഡിവൈഡഡ് ബൈ 1 എക്സ് കൂടെ ഗുണിച്ചു എക്സ് ഈക്വൽ ടു 6. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 6x എന്ന് പറയാം. ഇനി ഈ 6xനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എക്സ് സ്ക്വയർ പ്ലസ് 1 6x ഇവിടെ വരുമ്പോൾ -6x, അവിടെ ആരുമില്ല, ഇനി 0. ഇനിയും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലേക്ക് ഇവരെ മാറ്റിയാൽ ആദ്യം എക്സ് സ്ക്വയർ ദ്വിമാനമാണ്, കാര്യം എക്സ് സ്ക്വയർ വരെ ഉള്ളൂ. ആദ്യം എക്സ് സ്ക്വയറിന്റെ ടേം എക്സ് സ്ക്വയർ, പിന്നെ എക്സിന്റെ ടേം വെറും 6x എന്ന് എഴുതരുത്, അതിന്റെ കൂടെ മൈനസ് ഉണ്ട്, -6x. പിന്നെ ആ കോൺസ്റ്റന്റ് ടേം +1 ഈക്വൽ ടു 0. ഇനി നമ്മൾ ഇവരുടെ വാല്യൂ കണ്ടുപിടിക്കണം. എന്തുവാണ്? എക്സ് സ്ക്വയർ -6x + 1 ഈക്വൽ ടു 0. എടാ മക്കളെ, ഇതൊരു എക്സ് സ്ക്വയറിൽ തുടങ്ങിയത് കൊണ്ട് ഒരു ക്വാഡ്രാറ്റിക് ദ്വിമാന സമവാക്യമാണ്. എക്സ് സ്ക്വയറിൽ തുടങ്ങിയത് കൊണ്ട് ഇതിന് 2 റൂട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും നമ്മൾ ആദ്യം പിടിക്കുക എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് എ. എക്സ് സ്ക്വയറിന്റെ കൂടെ ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതിന്റെ കൂടെ 1. എക്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ബി. എക്സിന്റെ കൂടെ 6ഉം മൈനസും -6. ഇനി അവസാനത്തെ കോൺസ്റ്റന്റ് സി, അത് 1. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ -b + or -√b² - 4ac/2a. ഇത് പ്ലസ് ഓർ മൈനസ് നമുക്ക് ഒരുമിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ വരും, -b + √b² - 4ac/2a ഒരെണ്ണം ചെയ്യണം, -b -√b² - 4ac/2a രണ്ടാമത് ചെയ്യണം. ഇപ്പൊ നമുക്ക് രണ്ടിടത്തും ഈ റൂട്ട് വരുന്നുണ്ട്. b² - 4ac റൂട്ട് ആദ്യം ചെയ്യാം. √b² - 4ac. b എന്ന് പറയുന്നത് -6. -6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36. -4 × a എന്ന് പറഞ്ഞാൽ 1 × c എന്ന് പറഞ്ഞാൽ 1. √36 - 4 √32 വന്നു. 32ന് റൂട്ട് ഇല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഒന്നുകിൽ സൈഡിൽ കൊണ്ടുപോയി റൂട്ട് കണ്ടുപിടിക്കുക, അല്ലെ 32നെ നമുക്ക് ഇങ്ങനെ എഴുതാം, 16 × 2 = 32. കാര്യം ഒരു റൂട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഖ്യയുടെ ഗുണിതമായി. 16ന്റെ റൂട്ട് 4, 2ന് റൂട്ടില്ല, 4√2. അപ്പൊ b² - 4ac നമുക്ക് 4√2 എന്ന് കിട്ടി റൂട്ട്. അപ്പൊ ഇനി നമ്മൾ കൊടുക്കാം -b. എടാ ഒരു b എന്ന് പറയുന്നത് -6. അപ്പൊ -b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷനിൽ ചില കുഞ്ഞുങ്ങളുണ്ടെന്നറിയോ, -6 ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ മൈനസ് കൊടുക്കുന്നത്? അങ്ങനല്ല, -b എന്ന് പറയുന്നത് -6 അപ്പൊ -b എന്ന് പറയുമ്പോൾ -6 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 1 പ്ലസ് ആവും. അപ്പൊ b എന്ന് പറഞ്ഞാൽ -6. അപ്പൊ -b എന്ന് പറഞ്ഞാൽ -6 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് ഇവന്റെ വാല്യൂ നമുക്കറിയാം 4√2 ഡിവൈഡഡ് ബൈ 2a. a എന്ന് പറഞ്ഞാൽ 1, 2a എന്ന് പറഞ്ഞാൽ 2. ഇനി ഇവിടെ ഇൻറ്റു ആയിരുന്നെങ്കിൽ നമുക്ക് 2 6 വെട്ടി 3 × 4√2 എന്നൊക്കെ എഴുതാം. പ്ലസ് ആയതുകൊണ്ട് ഇതെല്ലാം ഒറ്റ ടേമാണ്. പ്ലസും മൈനസും വന്നാൽ വെട്ടുമ്പോൾ മേളിലുള്ള എല്ലാവരെയും വെട്ടണം. 6നെ വെട്ടിയ 2 കൊണ്ട് ഹരിച്ച 3 പ്ലസ് 4നെ 2 കൊണ്ട് ഹരിച്ച 2√2. അപ്പൊ നമുക്ക് 3 + 2√2 എന്ന് എഴുതാം. ഇങ്ങനെ ഒരുമിച്ച് വെട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി മേളിൽ നിന്ന് നമുക്കൊരു 2 കോമൺ എടുക്കാം. 6ൽ നിന്ന് 2 കോമൺ എടുത്ത 3 പ്ലസ് 4√2 2 കോമൺ എടുത്ത 2√2. ഈ 2ഉം ഈ 2 കൂടെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയും എഴുതാം 3 + 2√2. ഇനി അടുത്തവൻ -b. b എന്ന് പറഞ്ഞാൽ -6. അപ്പൊ -b എന്ന് പറഞ്ഞാൽ -6. ഇത് മതി, ഓപ്ഷനിൽ നിന്ന് ടിക്ക് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്ത് കാണിക്കാം. -b -6 മൈനസ് ഇവരുടെ വാല്യൂ നമുക്കറിയാം 4√2. a 2 ഒന്നായ സ്ഥിതിക്ക് 2a എന്ന് പറഞ്ഞാൽ 2, a 1, 2a 2 1 2. വെട്ടാനാണ് ഒരുമിച്ച് വെട്ടിയെടുക്കുക. ഇനി അതല്ല മേളിൽ നിന്ന് 2 കോമൺ എടുത്ത
നമുക്കറിയാം 2 കോമൺ എടുത്തു, 6 2 പോയാ 3, -4 √2 2 പോയാൽ 2 √2 ഡിവൈഡഡ് ബൈ 2. ഇതോടെ പോയാലും നമുക്ക് 3 - 2 √2 കിട്ടും. ഇനി അതല്ല, മൈനസ് ആയതുകൊണ്ട് ഇവനെയും 2 കൊണ്ട് ഹരിക്കണം. 6നെ 2 കൊണ്ട് ഹരിച്ചാ 3, മൈനസ് 4നെ 2 കൊണ്ട് ഹരിച്ചാ 2 √2. നമുക്ക് പറയാം 3 - 2 √2. അപ്പോ ഒരു വാല്യൂ എന്ന് പറയുന്നത് 3 + 2 √2 ആണ്. ഒരു വാല്യൂ എന്ന് പറയുന്നത് 3 - 2 √2 ആണ്. ഏതാണോ ഓപ്ഷൻ്റെ അകത്തിലുണ്ടത് അത് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ A and B എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. ഇവിടെ 3 - 2 √2 ഇല്ല, 3 + 2 √2 ഉണ്ട്. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. നല്ലൊരു ചോദ്യമാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നിങ്ങൾ പഠിച്ചു. ഒരു ചോദ്യം ഞാൻ ടെലിഗ്രാം ചാനലിൽ എക്സ്ട്രായും കൂടെ തരാം, ഇതിലങ്ങ് സെറ്റ് ആവും. അടുത്ത ചോദ്യം, ചിത്രത്തിൽ സി വൃത്തകേന്ദ്രം, ആംഗിൾ ABD = 30 ഡിഗ്രി ആയാൽ ആംഗിൾ ACD എത്ര എന്നതാണ് ചോദ്യം. SCERT ടെക്സ്റ്റിലെ 10ാം ക്ലാസ്സിന്റെ 3ാമത്തെ പാഠത്തിലെ ഒരു ചോദ്യമാണ് ഇത്. വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. കാണുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും. ഇതിന്റെ കൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞാൽ മതി. അതായത് ഇവിടെ കണ്ടോ, ഇത് ചിത്രത്തിൽ സി എന്ന് പറയുന്നത് ഒരു വൃത്ത കേന്ദ്രമാണ്. ഓക്കെ, അതായത് സെന്റർ ആണ്. ഇനി ആംഗിൾ ABD എന്ന് പറയുന്ന സാധനം നമ്മളോട് പറയുന്നു 30. ആംഗിൾ ABD എന്ന് പറയുന്ന സാധനം നമ്മളോട് പറയുന്നു 30. നമുക്ക് ആംഗിൾ ACD എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയ ഇനി ഇതെവിടെങ്കിലും നിങ്ങൾക്ക് വന്നാൽ ഓർത്തോളാം, ഇതൊരു ലെക്കാണ്. 30ന്റെ ഇരട്ടി 60 ആയിരിക്കും ഉത്തരം. 60. അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും അതെന്താ മക്കളെ. അതിനൊരു റൂളുണ്ട്. ആ റൂള് പണ്ട് ഞാൻ ഒരു ത്രികോണം ഒരു ക്ലോക്കിൻ്റെ അകത്ത് ഒരു ത്രികോണം വരയ്ക്കുന്ന ചോദ്യത്തിൽ ആ റൂള് നല്ല വ്യക്തമായി നിങ്ങളെ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെന്താ ഈ റൂളെന്ന് ചോദിച്ചാൽ മക്കളെ, ഒരാർക്ക്, ആ ആർക്ക്, അതായത് ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തത്തിന്റെ ഒരു ഭാഗം, ഒരംശം, ഒരാർക്ക് ഒരു വൃത്തത്തിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ആ ആർക്ക് വൃത്തത്തിൽ വേറെ എവിടെങ്കിലും ഉണ്ടാക്കുന്ന ആംഗിൾ. മനസ്സിലായോ? അതായത് സെന്ററിൽ എത്രയാണോ ആംഗിള്, ആ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഈ ആർക്ക് വൃത്തത്തിൽ വേറെ എവിടെ ഉണ്ടാക്കിയാലും. അത് അങ്ങനെ സംഭവിക്കും. ഈ ആർക്ക് വേണമെങ്കിൽ ഈ ഒരു ആർക്ക് കാരണം ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, ഈ ഒരു ആർക്ക് കാരണം ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. വൃത്തത്തിൽ തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്, വൃത്തത്തിൽ തന്നെ. ഈ ഒരു ആർക്ക് കാരണം വൃത്തത്തിൽ വേണ്ടി ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാവും, ഈ ഒരു ആർക്ക് കാരണം വൃത്തത്തിൽ ചിലപ്പോൾ വേണ്ടി ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാവും. ഈ ആംഗിൾ എല്ലാം തന്നെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയായിരിക്കും. ഒന്നുകൂടെ പറയുന്നു, ഒരാർക്ക് അതിന്റെ സെന്ററിൽ, ഒരു വൃത്തത്തിന്റെ സെന്ററിൽ എത്ര ആംഗിൾ ഉണ്ടാക്കുമോ ആ ആംഗിളിന്റെ പകുതിയായിരിക്കും ആ ആർക്ക് വേറെ എവിടെങ്കിലും ഈ വൃത്തത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഈ ആർക്ക് സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതാ നമുക്ക് കാണണ്ടി. ഈ ആർക്ക്, അതായത് AD എന്ന് പറയുന്ന ഒരാർക്ക് സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതാ നമുക്ക് കാണണ്ടി. ഈ AD വേറെ സർക്കിളിൽ ഒരിടത്ത് പോയി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. ഇനി ഈ AD വന്നുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും 30 ആയിരിക്കും. ഈ AD സെന്ററിൽ വേറെ എവിടെയോ പോയി ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, AD എന്ന് പറയുന്ന സാധനം സർക്കിളിൽ ഒരിടത്തൊരു ആംഗിൾ ഉണ്ടാക്കി, അത് 30. അപ്പോഴേ ഓർത്തോണം, സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിളിന്റെ പകുതിയായിരിക്കും അവിടെ വരിക. എപ്പോഴും അങ്ങനെ. സെന്ററിൽ കൂടുതലും വേറെ എവിടെങ്കിലും ഉണ്ടാക്കുന്നത് പകുതിയായിരിക്കും. കാര്യം എപ്പോഴും ഓർത്താൽ മതി, സെന്ററിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയവനാണ്, ഇപ്പൊ കൂടുതലാണ്. മറ്റേടത്തൊക്കെ പകുതിയായിരിക്കും. അപ്പോൾ വേറെ ഒരിടത്തുണ്ടാക്കിയത് 30. അപ്പൊ സെന്ററിൽ അതിന്റെ ഇരട്ടി 60. കണ്ടോ, നമ്മുടെ ഉത്തരം 60, ഓപ്ഷൻ ബി. ആ റൂള് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഒരാർക്ക് സെന്ററിൽ എത്ര ആംഗിൾ ഉണ്ടാക്കുന്നു അതിന്റെ പകുതിയായിരിക്കും ആ വൃത്തത്തിൽ വേറെ എവിടെ ഉണ്ടാക്കിയാലും. അപ്പൊ ഇവിടെ ഒരാർക്കുണ്ട്. ആ ആർക്ക് മക്കളെ AD. ആ ആർക്ക് വൃത്തത്തിൽ എവിടെയോ ഒരിടത്ത് പോയ ഒരു ആംഗിൾ ഉണ്ടാക്കി, ABD. അത് ക്വസ്റ്റ്യനിൽ പറയുന്നു 30.
നമുക്ക് ആ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന അതെ വൃത്തകേന്ദ്രം സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കാണണം. മക്കളെ സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ അവൻ വലിയവനാ. സെന്ററിൽ പോയി ആംഗിൾ ഉണ്ടാക്കി, അപ്പൊ അവൻ വലിയവനാ. അപ്പൊ മറ്റേടത്ത് എത്രയാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒക്കെ ഇരട്ടി വരും. സെന്ററിൽ ഉണ്ടാക്കുന്ന എപ്പോഴും വലിയതായിരിക്കും, മറ്റേടത്തൊക്കെ അതിന്റെ പകുതിയുള്ളൂ. അപ്പൊ മറ്റേടത്ത് 30, അപ്പൊ സെന്ററിൽ എന്തായാലും അതിന്റെ ഇരട്ടി വരും 60. ഇവിടെ 60 ആണ്, അവിടെ 30. ഇവിടെ 80 ആണ്, അവിടെ 40. ഇവിടെ 100 ആണ്, അവിടെ 50. അപ്പൊ വേറെ എവിടെയോ സർക്കിളില് വേറെ എവിടെയോ പോയൊരു 30 ഉണ്ടാക്കി. അപ്പൊ സെൻട്രൽ അതിന്റെ ഇരട്ടി വരും 60. കണ്ടോ ഐഡിയ? ഒന്നുകൂടെ പറയുന്നു. ഒരു വൃത്തത്തില് ഏതെങ്കിലും ഒരു ആർക്കുണ്ടാവട്ടെ, ആ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും എപ്പോഴും അത് വേറെ എവിടെങ്കിലും പോയി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ആർക്കുണ്ട് AD. AD ഇവൻ പോയി വൃത്തത്തിൽ ഒരിടത്തൊരു ആംഗിൾ ഉണ്ടാക്കി, ആംഗിൾ ABD. ക്വസ്റ്റ്യന് പറയുന്നു 30. ഇവൻ ഒരു സെന്ററിൽ കൂടെ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ACD. സെന്റർ ആണെന്ന് എങ്ങനെ മനസ്സിലായി? സി വൃത്തകേന്ദ്രം സെന്ററാ. അപ്പൊ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും വലിയതാ. സെന്ററിൽ ഉണ്ടാക്കണമെങ്കിൽ വലിയതാ, മറ്റേടത്തൊക്കെ ഉണ്ടാക്കുന്നത് ചെറുതാ. മറ്റേടത്ത് ഉണ്ടാക്കിയത് 30. അപ്പൊ സെന്ററിൽ എന്തായാലും അതിന്റെ ഇരട്ടി 60. ഇത് വേണേ തിരിച്ചും വരാം കേട്ടോ. 60 ഒന്ന് 30. സെന്ററിൽ എപ്പോഴും ഇരട്ടിയായിരിക്കും, മറ്റേടത്തൊക്കെ എപ്പോഴും പകുതിയായിരിക്കും. അപ്പൊ എന്തായാലും 30. അപ്പൊ ഇതെന്തായാലും 60. ഓക്കെ ആണ്. അടുത്ത് ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട രണ്ട് സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്രകോൺ എത്ര എന്നതാണ് ചോദ്യം. ഇന്നത്തെ പരീക്ഷയിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും സിമ്പിളായ ചോദ്യം. മക്കളെ ഒരു ക്ലോക്ക് ഉണ്ട്, ആ ക്ലോക്കിന്റെ സെന്റർ ഇതാ. ക്ലോക്കില് 2-3 അക്കങ്ങൾ ഞാനൊന്ന് എഴുതാൻ പോവാ. ഇത് 11, ഇത് 12, ഇത് 1, ഇത് 2, ഇത് 3, അങ്ങനെ പോകുമ്പാട്ടോ. ക്ലോക്കിലെ ഒന്നിടവിട്ടുള്ള രണ്ട് സംഖ്യകളെ കേന്ദ്രവുമായി സെന്ററുമായി യോജിപ്പിച്ചു. ക്ലോക്കിലെ ഒരു സംഖ്യ ഞാൻ 1 എടുത്തു, അടുത്ത സംഖ്യ ഞാൻ 2 എടുത്തു. എന്തുകൊണ്ടാ? ഒന്നിടവിട്ടുള്ള സംഖ്യകളെ യോജിപ്പിക്കണം. 12 ഒരെണ്ണം എടുത്തു, 1 കഴിഞ്ഞ് ഒന്നിടവിട്ടുള്ള ഇത് എടുത്തു. കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ ഈ കിട്ടുന്ന കേന്ദ്രകോൺ എത്ര എന്നതാണ് ചോദ്യം. മക്കളെ ക്ലോക്കിലെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ 2 ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 60 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പൊ കേന്ദ്രകോൺ എത്ര എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി 60 ഡിഗ്രി സെറ്റാണ്, മുമ്പോട്ട് പോകാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ ക്ലോക്കിലെ ഏതെങ്കിലും 2 സംഖ്യകൾ, ഞാൻ ഒരെണ്ണം 12 എന്ന് എടുത്തു, 1 എടുക്കാൻ പറ്റത്തില്ല, 2 എടുത്തു. കാര്യം ഒന്നിടവിട്ടുള്ള 2 സംഖ്യകൾ കേന്ദ്രവുമായി യോജിപ്പിച്ചു. അവിടെ കിട്ടുന്ന ആംഗിൾ വേണം. ഒരാംഗിള് മക്കളെ 30, രണ്ടാമത്തെ ആംഗിള് മക്കളെ 60. കാര്യം ക്ലോക്കിലെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 30. ഇവിടുന്ന് ഇവിടെ പോകുമ്പോൾ 30, രണ്ടാമതാവുമ്പോൾ 60. നമ്മുടെ ഉത്തരം 60 ഡിഗ്രി. ഇനി വേണമെങ്കിൽ വേറെ 2 എടുക്കാം. ഒരെണ്ണം ഞാൻ 3 എടുത്തു, ഒരെണ്ണം ഞാൻ 5 എടുത്തു. കാര്യം ഒന്നിടവിട്ടുള്ളത്. 3ഉം 5ഉം യോജിപ്പിച്ചു, കേന്ദ്രവുമായി യോജിപ്പിച്ചു. 3 to 4 30 ഡിഗ്രി, 4 to 5 30 ഡിഗ്രി. അങ്ങനെ 30ഉം 30ഉം 60 ഡിഗ്രി. കാര്യം ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 30. ഒന്നിടവിട്ട് യോജിപ്പിക്കുമ്പോൾ 2 ഡിവിഷൻ ഉണ്ട്. ഒരു ഡിവിഷൻ കേന്ദ്രവുമായി 30 ഉണ്ടാക്കും. 2 ഡിവിഷൻ ആകുമ്പോൾ 2 30 60 ആണെന്ന് മനസ്സിലാവും. സി. അടുത്ത് 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. അപ്പൊ ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകൾ. 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണി. അപ്പൊ 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുണ്ടാവും. അതെന്തായാലും ഒരു സമാന്തര ശ്രേണിയാണ്. ആ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ഇത് ഡയറക്റ്റ് ചെയ്യുന്ന രീതി ഞാൻ പറയുന്നത്. ഇതിനൊരു എളുപ്പവഴിയുണ്ട്, ഞാൻ അതിലേക്ക് വരാം. നമ്മൾ ആദ്യം 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകൾ കണ്ടുപിടിക്കണം. മക്കളെ
ഇത്തരം ചോദ്യം നമ്മൾ LCM HCF വളരെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. രണ്ട് സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഇന്നത് വരുന്ന ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് അവരുടെ LCM എടുത്തിട്ട് 1 കൂട്ടി വെക്കുക. കാര്യം 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ശിഷ്ടം 3 വരണമെങ്കിൽ അവരുടെ LCM എടുത്തിട്ട് ശിഷ്ടം കൂട്ടി വെക്കുക. LCM + 6 എന്ന റിമൈൻഡർ. അതായത് 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരണമെങ്കിൽ 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ എടുക്കുക. അത് അവരുടെ LCM ആണ്. ഇനി ശിഷ്ടം 1 വരണമെങ്കിൽ LCMത്തിന്റെ കൂടെ 1 കൂട്ടുക. ശിഷ്ടം 2 വരണമെങ്കിൽ LCMത്തിന്റെ കൂടെ 2 കൂട്ടുക. ശിഷ്ടം 3 വരണമെങ്കിൽ LCMത്തിന്റെ കൂടെ 3 കൂട്ടുക. അപ്പൊ 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ LCM കണ്ടുപിടിച്ചിട്ട് ശിഷ്ടമായ 3 കൂട്ടുക. 5ന്റെയും 10ന്റെയും LCM 10 ആണ്. കാര്യം 10നെ 5 കൊണ്ട് ഹരിക്കാം. 10ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 13 ആണ്. അപ്പൊ 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ആദ്യത്തെ സംഖ്യ 13. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഈ 13ന്റെ കൂടെ LCM കൂട്ടി 23. ഇനി അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 23ന്റെ കൂടെ LCM കൂട്ടി 33. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 33ന്റെ കൂടെ LCM കൂട്ടി 43. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 43ന്റെ കൂടെ LCM കൂട്ടി 53. ഇതാണ് 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സമാന്തര ശ്രേണി. ആലോചിച്ച് നോക്ക്. 13, 23, 33, 43, 53. ഇനി ഇവരുടെ പൊതുവ്യത്യാസം എന്തുമായിരിക്കും? ഇവരുടെ പൊതുവ്യത്യാസം 10 ആയിരിക്കും. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പലത്തെ പദത്തിൽ നിന്ന് തൊട്ടു പുറകിലത്തെ പദം കുറയ്ക്കുക. ഇതല്ലേ തന്നെ നിങ്ങൾക്കറിയാം ഇത് 10 വീതം കൂടിക്കൂടിയാ പോന്നേ. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ പൊതുവ്യത്യാസം നമുക്ക് ഓപ്ഷൻ ബി 10 ആണ് എന്ന് മനസ്സിലാവും. ഇങ്ങനെയാണ് ഇത് പ്രോപ്പറായി ചെയ്യുന്ന രീതി. ഒന്നുകൂടെ 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണി കണ്ടുപിടിക്കുക. അപ്പൊ 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ 5ന്റെയും 10ന്റെയും LCM അത് 10 ആണ്. ശിഷ്ടം 1 കിട്ടണമെങ്കിൽ 10 ശിഷ്ട LCMത്തിന്റെ കൂടെ 1 കൂട്ടി 11. ശിഷ്ടം 2 കിട്ടണമെങ്കിൽ LCMത്തിന്റെ കൂടെ 2 കൂട്ടി 12. ശിഷ്ടം 3 കിട്ടണമെങ്കിൽ LCMത്തിന്റെ കൂടെ ശിഷ്ടം കൂട്ടണം. LCM 10, 3, 13. അപ്പൊ 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുന്ന ശിഷ്ടം 3 വരുന്ന ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ LCM എടുക്കുക. ശിഷ്ടം ഏതാണ് അത് കൂട്ടുക 13. അടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക. 5 കൊണ്ടും 10 കൊണ്ടും പറ്റുന്ന ആദ്യത്തേത് 10. പിന്നെ ശിഷ്ടം 3 പറഞ്ഞാൽ 13. അടുത്ത 20. വീണ്ടും ഒരു 3 കൂടെ ചേർത്ത് 23. ഇതിങ്ങനെ വീണ്ടും ആ LCM വെച്ച് കൂടി കൂടി പോവാ 23. അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 33. അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 43. ഇങ്ങനെ പോവും LCM വെച്ച് കൂടി കൂടി. ഇതാണ് 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന സമാന്തര ശ്രേണി. ഇവരുടെ പൊതുവ്യത്യാസം എത്ര? ഈ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 അല്ലേ? കാര്യം രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചാൽ 10 അല്ലെ. മൂന്നാമത്തെ പദത്തിൽ പൊതുവ്യത്യാസം കാണാൻ എപ്പോഴും തൊട്ടു മുമ്പിലത്തെ പദത്തിൽ നിന്ന് തൊട്ടു പുറകിലത്തെ പദം കുറയ്ക്കണം. അത് 10 അല്ലേ തന്നെ നമുക്ക് മനസ്സിലായി 10 വീതം കൂടി കൂടി പോവാ. ഇവരുടെ പൊതുവ്യത്യാസം 10. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇത്തരം ചോദ്യങ്ങളിൽ എപ്പോഴും LCM ആയിരിക്കും ഉത്തരമായിട്ട് വരാൻ പോകുന്നത്. ശിഷ്ടം എന്തും ആയിക്കോട്ടെ ഇതൊരു സമാന്തര ശ്രേണിയായിട്ട് വരും. LCM ആയിരിക്കും ഉത്തരവായിട്ട് വരാൻ പോകുന്നത്. ഇത്തരം ശ്രേണികളിൽ എപ്പോഴും പൊതുവ്യത്യാസം വരാൻ പോകുന്നത് LCM ആയിരിക്കും. ശിഷ്ടം 2 ആയിക്കോട്ടെ, ശിഷ്ടം 5 ആയിക്കോട്ടെ, ശിഷ്ടം 5 വരത്തിൽ 5ന്റെയും 10ന്റെയും കേസ്, ശിഷ്ടം 4 ആയിക്കോട്ടെ, ശിഷ്ടം 3 ആയിക്കോട്ടെ, ശിഷ്ടം ഇല്ലാതെ വന്നോട്ടെ. ഇത്തരം കേസുകളിൽ എപ്പോഴും ഈ ചോദ്യത്തിലെ LCM ആയിരിക്കും പൊതുവ്യത്യാസം. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായി. ശിഷ്ടം 4 വരുവാണെങ്കിൽ ആദ്യത്തെ 14 വരും. അടുത്ത LCM 24 വരും. അടുത്ത LCM കൂട്ടി 34 വരും. എന്തായാലും ഇത്തരം ചോദ്യങ്ങളിൽ എപ്പോഴും ഇവരുടെ പൊതുവ്യത്യാസമായിട്ട് LCM ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ ഇനി ഇങ്ങനത്തെ ചോദ്യം വരിക 5 കൊണ്ടും 10 കൊണ്ടും ഒരേ സമയം ഹരിക്കുമ്പോൾ
ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലോർക്കണം, 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന സംഖ്യകൾ എപ്പോഴും അവരുടെ എൽസിയം വീതം കൂടിക്കൂടിയാ പോകുന്നേ. അപ്പൊ ആ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം ഓൾവേസ് അവരുടെ എൽസിയം ആയിരിക്കും. 5ന്റെയും 10ന്റെയും എൽസിയം എടുത്തു നോക്ക, അത് 10 ആണ്. ഓപ്ഷൻ ബി ആണ്, സെറ്റാണ്. അടുത്ത 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദ്യം. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് n² എന്നൊക്കെ പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ മുതൽ വരെയാ. അപ്പൊ ഇതൊരു AP ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യ. അപ്പൊ മക്കളെ ആദ്യത്തെ എണ്ണൽ സംഖ്യ 5. കാര്യം മുതൽ വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തേതും എടുക്കാം അവസാനത്തേതും എടുക്കാം. അടുത്ത ഒറ്റ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ 7. അടുത്ത ഒറ്റ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ 9. അങ്ങനെ പോയി 25 വരെയുള്ള എടുക്കാം. 25ഉം ഒറ്റ എണ്ണൽ സംഖ്യ അതും എടുക്കാം. അപ്പോൾ മുതൽ വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആദ്യത്തേതും എടുക്കാം അവസാനത്തേതും എടുക്കാം. അപ്പൊ 5 മുതൽ 5 ഒറ്റെണ്ണൽ സംഖ്യ, 7 അടുത്ത ഒറ്റെണ്ണൽ സംഖ്യ, 9 അടുത്ത ഒറ്റെണ്ണൽ സംഖ്യ, അങ്ങനെ പോയി 25 വരെ 25ഉം ഒറ്റ എണ്ണൽ സംഖ്യയാണ്. നമുക്കത് എടുക്കാം. ഇവരുടെ തുകയാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ ഇത് എഴുതിയപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയുടെ തുകയാണ് വേണ്ടിയത്. കാര്യം ഇരട്ട സംഖ്യ ആയാലും ഒറ്റ സംഖ്യ ആയാലും എണ്ണൽ സംഖ്യ ആയാലും ഗുണിതങ്ങളായാലും സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയുടെ തുക കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം, അവസാനത്തെ പദം ഉണ്ടെങ്കിൽ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ n എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണമാണ്, അതറിയില്ല. വേണേ എണ്ണി നോക്കാം. 5, 7, 9 അങ്ങനെ 25 വരെ. ആദ്യ പദം ഉണ്ട് 5, അവസാന പദമുണ്ട്. n അറിയത്തില്ല. മക്കളെ ഏതൊരു സമാന്തര ശ്രേണിയുടെയും n നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. ഈ സമാന്തര ശ്രേണിയുടെ n കാണാൻ ലാസ്റ്റ് ടേം അവസാന പദം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. ഇവിടെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 25 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 +1. 25ൽ നിന്ന് 5 പോയാൽ പൊതുവ്യത്യാസം എന്തായാലും ഒറ്റ സംഖ്യ 2 വീതം കൂടിയാവും. 5, 7, 9. ഇനി 25ൽ നിന്ന് 5 പോയാൽ 20. 20/2 +1 10 +1 11. ഇനി കയ്യിൽ നിന്ന് വേണേൽ എണ്ണം എടുക്കാം. പിന്നെ ഇവിടെ കയ്യിൽ നിന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അതിനുവേണ്ടി വ്യക്തമായിട്ട് പറയുന്ന. അപ്പൊ n/2 11/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം 5, അവസാന പദം 25. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 30. ഇത് വെട്ടുമ്പോൾ 30ഉം 2ഉം 15. 15 × 11. നമ്മുടെ ഉത്തരം 165. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. സെറ്റാണ്. മുമ്പോട്ട് പോകാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു, 5 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പൊ മുതൽ വരെ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് 5ഉം എടുക്കാം 25ഉം എടുക്കാം. അപ്പൊ 5 മുതൽ 5 ഒരു ഒറ്റ എണ്ണൽ സംഖ്യയാ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒറ്റ എണ്ണൽ സംഖ്യ 7. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒറ്റ എണ്ണൽ സംഖ്യ 9. അങ്ങനെ പോയി 25 വരെ എടുക്കാം. ലാസ്റ്റ് 25ഉം ഒറ്റ എണ്ണൽ സംഖ്യ. ഇവരുടെ തുക വേണം. ഇതെല്ലാം ഒരു സമാന്തര ശ്രേണിയാണ്. ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. സെറ്റ്. ഇവിടെ ഫസ്റ്റ് ടേം ഉണ്ട് 5, ലാസ്റ്റ് ടേം ഇല്ല 25.
എന്ത് ചെയ്യും? സോറി, ഉണ്ട് 25. പക്ഷെ n നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം ഇവിടെ ഇല്ല. വേണമെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് എടുക്കാം. 5, 7, 9, 11, 13, 15, 17, 19, 21, 23, 25, 11 എണ്ണം. പക്ഷെ എല്ലായ്പ്പോഴും ഇങ്ങനെ കയ്യിൽ നിന്നൊന്നും എണ്ണിയെടുക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പൊ പദങ്ങളുടെ എണ്ണം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അതുകൂടെ പഠിച്ചു വെക്കുക. അവസാന പദം 25 മൈനസ് ആദ്യ പദം 5 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം. ഇവിടെ 2 വീതമാ. ഒറ്റ സംഖ്യയ്ക്കും ഇരട്ട സംഖ്യയ്ക്കും എല്ലാം പൊതുവ്യത്യാസം 2. 5, 7, 9 2 വീതം പൊതുവ്യത്യാസം പ്ലസ് 1. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അപ്പൊ 20/2 പ്ലസ് 1 10 പ്ലസ് 1 11 എന്ന് വരും. അപ്പോ എണ്ണം 11/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം 5 ആണ്, അവസാന പദം 25 ആണ്. ആദ്യവും അവസാനോടെ കൂട്ടുമ്പോൾ 5 + 25 30. ഇത് വെട്ടി പോകുമ്പോൾ 15. 15 ഗുണം 11. നമ്മുടെ ഉത്തരം 165 ആണ് എന്ന് നിസ്സംശയം പറയാം. പിന്നെ വേണമെങ്കിൽ ഇത് 5 വരെ എന്ന് പറയുന്നത് എത്രാമത്തെ ഒറ്റ സംഖ്യയാണ്, 5-ന് മുമ്പ് വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് നോക്കും. 25 വരെ എന്ന് പറയുന്നത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഇത് ഞാൻ പ്രോപ്പറായി AP വെച്ച് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഇനി ഇത് കുറച്ചും കൂടെ പ്രോപ്പറായി AP വെച്ച് പഠിക്കണം. നിങ്ങൾ എത്ര വലിയ ചോദ്യം വന്നാലും ഇങ്ങനെ ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക. 25 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 13ാമത്തെ ഒറ്റ സംഖ്യ. ആലോചിച്ച് നോക്കുക, 25 എന്ന് പറയുന്നത് 13ാമത്തെ ഒറ്റ സംഖ്യ. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ 25ന്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി എടുത്താൽ ഇപ്പോൾ 9 എന്ന് പറയുന്നത് 5ാമത്തെ ഒറ്റ സംഖ്യ. അപ്പോൾ എങ്ങനെ വന്നു? 9ന്റെ കൂടെ 1 കൂട്ടി പകുതി. അല്ലെ 17 എന്ന് പറയുന്നത് 9ാമത്തെ ഒറ്റ സംഖ്യ. എങ്ങനെ വന്നു? 17ന്റെ കൂടെ 1 കൂട്ടി പകുതി. അപ്പൊ 25 എന്ന് പറയുന്നത് 13ാമത്തെ ഒറ്റ സംഖ്യ. 25ന്റെ കൂടെ 1 കൂട്ടി പകുതി. അപ്പൊ ആദ്യത്തെ 13 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n² ആണ്. 13ന്റെ സ്ക്വയർ ആണ്. 13ന്റെ സ്ക്വയർ 169 ആണ്. ആദ്യത്തെ 13 ഒറ്റ സംഖ്യകളുടെ തുക മക്കളെ 169. അതിനകത്തുനിന്ന് ഇത് ആദ്യത്തെ 13 ഒറ്റ സംഖ്യകൾ മൊത്തം ഉണ്ട്. ഇവിടെ നമുക്ക് 5 മുതൽ മതി. അപ്പോൾ അതിനകത്തുനിന്ന് 1ഉം 3ഉം നമ്മൾ കുറയ്ക്കണം. 169ൽ നിന്ന് 1ഉം 3ഉം കുറയ്ക്കാന്ന് പറഞ്ഞാൽ 1 കുറച്ചാൽ 4 കുറയ്ക്കണം, 165. ഇങ്ങനെ ഒപ്പിക്കുന്നവരും ഉണ്ട്. ഇത് വളരെ സിമ്പിളായ ചോദ്യം ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒപ്പിക്കാൻ പറ്റുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ ഒപ്പിക്കാൻ പറ്റണമെന്നില്ല. ഒന്നുകൂടെ, 25 എന്ന് പറയുന്നത് 13ാമത്തെ ഒറ്റ സംഖ്യ. അപ്പൊ ആദ്യത്തെ 13 ഒറ്റ സംഖ്യകളുടെ തുക n². കാര്യം ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ ഉണ്ട്. n² 169. ഇനി അതിനകത്തുനിന്ന് 5 മുതൽ മതി. അപ്പോൾ 1ഉം 3ഉം ഒഴിവാക്കി 4 പോയി, ബാക്കി 165 എന്ന് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ആ പ്രോപ്പറായ വഴി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായും നോട്ടിലാക്കിയിട്ടുണ്ട്, പഠിച്ചു എന്ന് തന്നെ കരുതുന്നു. ഒന്നും കൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ഇനി നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ പോയി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടെലിഗ്രാം ചാനലിൽ പോയി അവിടെ ഇട്ടിരിക്കുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കണം. ഞാൻ അതിൻ്റെ ആൻസേഴ്സ് ഇടുമ്പോൾ നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്തും കൂടെ നോക്കണം. അപ്പോൾ ഇതേപോലെ തൊട്ടടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്.